Hello, good morning. Good morning. Good morning, ma'am. Ready ആണോ എല്ലാവരും? Yes. യെസ്, നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ലബോറട്ടറി എന്ന് പറയുന്ന ഒരു പുതിയ ചാപ്റ്റർ ആണ് നമ്മൾ തുടങ്ങിയത് അല്ലെ. ലബോറട്ടറിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പഠിച്ചു. ആൻഡ് ഇല്ലേ, പഠിച്ചോ? നിങ്ങൾ പഠിച്ചാ? വായിച്ചു നോക്കിയോ? പറയോ? യെസ്, അത് തന്നെ എല്ലാ ചാപ്റ്റർ എന്ന് ഉറപ്പിക്കാനാണ് ഈ ചോദിക്കണത് കേട്ടോ. യെസ്, അപ്പൊ ലബോറട്ടറി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. നമ്മള് അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു. വാട്ട് ഈസ് എ ലബോറട്ടറി? ഒരു ഹോസ്പിറ്റലിലെ ലബോറട്ടറി എന്താണ്? ആൻഡ് വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് എ ലബോറട്ടറി? ലബോറട്ടറിയുടെ ഒബ്ജക്റ്റീവ് എന്താണ്? പ്രധാനമായിട്ടും ഒരു ലാബ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലെ ലബോറട്ടറി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ഇറ്റ്സ് കസ്റ്റമേഴ്സ്, ദാറ്റ് മീൻസ് ദ പേഷ്യൻസ് ആൻഡ് ഓൾസോ ദ ഫിസിഷ്യൻസ്. അതായത് ഹോസ്പിറ്റലിന്റെ എന്താ പറയാ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള അവരുടെ ലാബിന്റെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഫിസിഷ്യൻസിനും അതുപോലെ തന്നെ പേഷ്യൻസിനും അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുക. അതായത് എന്താ പറയാ എഫിഷ്യന്റ് ആയിട്ട് പേഷ്യൻസിന് കെയർ കൊടുക്കാൻ വേണ്ടി, കാര്യക്ഷമമായിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിറ്റി കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ രീതിയിലുള്ള ടെസ്റ്റിംഗ് ഒക്കെ നടത്തി ആ ടെസ്റ്റിന്റെ കൃത്യമായ റിസൾട്ട്, അക്യുറേറ്റ് റിസൾട്ട് അവർക്ക് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ലബോറട്ടറി സർവീസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ആൻഡ് ഓൾസോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 ക്ലാസിഫിക്കേഷൻസ് ഓഫ് ടെസ്റ്റുകളാണ് സാധാരണ ലാബിൽ നടക്കുക. 5 ക്ലാസിഫിക്കേഷൻ അവർ പറഞ്ഞിരുന്നു. ക്ലിനിക്കൽ പാത്തോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, യൂറിനാലിസിസ് ആൻഡ് ബ്ലഡ് ബാങ്ക്. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സർവീസസ് ആണ് നമ്മുടെ ലാബില് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആൻഡ് ഓൾസോ നമുക്ക് ഇതിനകത്തുകൂടെ 3 ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ട് അവിടെ 3 എണ്ണത്തിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ എന്തൊക്കെ ടെസ്റ്റുകളാണ് അവിടെ നടത്തപ്പെടുന്നത് എന്നുള്ളത് 3 എണ്ണത്തിനെ കുറിച്ചിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ കേട്ടോ, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന ടെസ്റ്റുകളൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ ഞാൻ ക്ലാസ്സിൽ എഴുതി തന്നിരുന്നു ഇല്ലേ? എഴുതിയില്ല? എല്ലാത്തിന്റെയും ആ ഒരു 3 ബോക്സിനകത്ത് അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ജസ്റ്റ് നിങ്ങൾ അത് എന്ത് ടെസ്റ്റ്, ഇതിന്റെ പേര്, ആ പേര് കേൾക്കുമ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടുള്ളത് അതൊന്നും അറിയാൻ വേണ്ടി മാത്രമാണ് നമുക്ക് ആ തന്നിരിക്കുന്നത്. ജസ്റ്റ് പേര് മാത്രം അറിഞ്ഞാൽ മതി, പക്ഷെ നിങ്ങൾക്ക് കൂടുതൽ ഒന്ന് ഇൻഫോർമേറ്റീവ് ആകാൻ വേണ്ടിയിട്ട് പറഞ്ഞത് മാത്രം. ആൻഡ് ആ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ അടുത്ത ഒരു ഭാഗത്തിലേക്ക് കടന്നിരുന്നു, ഹൈറാർക്കി. ദാറ്റ് മീൻസ് അധികാരം. എന്തൊക്കെ കാര്യങ്ങളാണ് ആ ലാബിലുള്ള ഓരോ ആളുകളും, ഓരോ പ്രൊഫഷണൽസ് ലാബ്, ലബോറട്ടറിന്റെ അകത്തുള്ള ഓരോ ജോലിക്കാരും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അവരുടെ ക്വാളിഫിക്കേഷൻസ് അടങ്ങുന്ന ഒരു ടേബിൾ ആണ് നമുക്കിനി അടുത്തത് പഠിക്കാനുണ്ടായിരുന്നത്. We have already started. ആദ്യത്തേത് ലബോറട്ടറി ഡയറക്ടർ ആണ്. ലബോറട്ടറി ഡയറക്ടർ എന്ന് പറയുന്ന ആൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. MD, PhD ആൻഡ് സംടൈംസ് മെഡിക്കൽ ലാബിന്റെ സയന്റിസ്റ്റ് ബോർഡ് സർട്ടിഫിക്കേഷനും ചിലപ്പോഴൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്.
And he is the person, the laboratory director is the person who controls and manages all lab operations and also ensure quality patient care. And വരുന്ന പേഷ്യൻസിന് ക്വാളിറ്റി കെയർ കിട്ടണം, ക്വാളിറ്റി ട്രീറ്റ്മെന്റ് കിട്ടണം. അപ്പൊ ട്രീറ്റ്മെന്റ് കിട്ടുന്നതിന് ഈ പറയുന്ന ലാബ് ടെസ്റ്റുകളും ഒരു എന്താ പറയാ മുഖ്യമായ ഒരു സിഗ്നിഫിക്കന്റ് റോൾ അവരും വഹിക്കുന്നുണ്ട്. That means if they are testing methods, അതിന്റെ ടെസ്റ്റിംഗ് രീതികളൊക്കെ ഇൻകറക്റ്റ് ആണെങ്കിൽ, തെറ്റാണെങ്കിൽ, ടെസ്റ്റ് ചെയ്യുന്ന രീതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്സോ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ അഫക്ട് ദ ട്രീറ്റ്മെന്റ്. തീർച്ചയായിട്ടും അത് ട്രീറ്റ്മെന്റിനെ ബാധിക്കും, ഇല്ലേ? ബാധിക്കില്ലേ? നമ്മൾ ഇപ്പൊ ഒരു രോഗം വന്നു, ഡോക്ടറെ അടുത്ത് പോകുന്നു, ഡോക്ടർ നമ്മുടെ യൂറിനോ ബ്ലഡോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സോ എടുത്തിട്ട് ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നു, ഇന്ന സാധനം ടെസ്റ്റ് ചെയ്യാൻ പറയുന്നു. പക്ഷെ ടെസ്റ്റ് ചെയ്ത് വേറെ രീതിയിലാണ് വന്നത്, വേറെ എന്തെങ്കിലും ടെസ്റ്റ് ആണ് നടത്തിയത്. സോ ആ ടെസ്റ്റിന് കൊടുത്തിരിക്കുന്ന ടെസ്റ്റ് ആണ് നമുക്ക് ചെയ്തു തരേണ്ടത്. അതല്ലെങ്കിൽ അവർക്ക് കണ്ടിന്യൂ ആയിട്ട് ആ പേഷ്യന്റിനുള്ള നല്ല രീതിയിലുള്ള കെയറിങ് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ചിലപ്പോഴൊക്കെ ചില 1% ഒക്കെ ചില തെറ്റുകളൊക്കെ വരാറുള്ളൂ. അല്ല എങ്കിൽ എല്ലാം കൃത്യമായിട്ട് അക്യുറേറ്റ് ആയിട്ടാണ് ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽസിൽ വരുന്ന ഈ പറയുന്ന ലാബിൽ വരുന്ന എല്ലാ കാര്യങ്ങളും, ലാബിന്റേതായ എല്ലാ ഓപ്പറേഷൻസും, ലാബിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുക, മാനേജ് ചെയ്യുക, മാത്രമല്ല പേഷ്യൻസിന്റെ ക്വാളിറ്റി കെയർ എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക. ഓക്കെ, ഇനി ഈ ലാബിന്റെ റിസൾട്ട്സ് ഒക്കെ നോക്കിയിട്ട് അതിന് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ, എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുക്കണമെങ്കിൽ അതും നമ്മുടെ പാത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൂ ഡീൽസ് വിത്ത് ദാറ്റ് പേഷ്യന്റ്, ആ പേഷ്യന്റുമായിട്ട് ആളുടെ രോഗത്തെ കുറിച്ച് എന്താ പറയാ പല കാര്യങ്ങളും നോക്കി പരിശോധിച്ച് നിർണയിച്ചും ഒക്കെ ആ ഡിസീസിന്റെ കെയർ കൊടുക്കുന്ന ആളാണ്. അപ്പൊ പാത്തോളജിസ്റ്റിന് വിശദീകരണങ്ങൾ, ടെസ്റ്റിനെ സംബന്ധിക്കുന്നത് കൊടുക്കുക. ഇതെല്ലാം നമ്മുടെ ലാബ് ഡയറക്ടറുടെ ജോലിയാണ്. അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, നെക്സ്റ്റ് വൺ ടെക്നിക്കൽ സൂപ്പർവൈസർ ആണ്. സെക്കൻഡ്, അടുത്ത പ്രൊഫഷണൽ ഇൻ ലാബിലുള്ള മറ്റൊരു പ്രൊഫഷണലാണ് ടെക്നിക്കൽ സൂപ്പർവൈസർ. ആൾക്ക് വേണ്ട ഒരു എന്താ പറയാ ക്വാളിഫിക്കേഷൻ, ഡോക്ടറൽ ഡിഗ്രി, എക്സാമ്പിൾ MD ഓർ PhD, MD ഓർ PhD, ഡോക്ടേഴ്സിന്റേതായ ഒരു ഡിഗ്രി വേണമെന്ന് മനസ്സിലായോ? മേ ബി മാസ്റ്റേഴ്സ് ഓർ ബാച്ചിലേഴ്സ് ഡിഗ്രി, എക്സ്പീരിയൻസ് വിത്ത് ബോർഡ് സർട്ടിഫിക്കേഷൻ, എക്സ്പീരിയൻസും ഒക്കെ ഉള്ള ആളായിരിക്കണം. ടെക്നിക്കൽ ആയിട്ടുള്ള സൂപ്പർവൈസർ ആണ്. അപ്പൊ ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, സയന്റിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് വിച്ച് ആർ പ്രൊവൈഡഡ് ഇൻ ദ ലാബിൽ നടക്കുന്ന സയന്റിഫിക് ഫങ്ഷൻസും ടെക്നിക്കൽ ആയിട്ടുള്ള ഫങ്ഷൻസും നന്നായി നോക്കി സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതാണ് ടെക്നിക്കൽ സൂപ്പർവൈസറുടെ ജോലി. എന്ന് വെച്ചാൽ എന്തൊക്കെ ലാബ് ടെസ്റ്റ് നടത്തുന്നു അതിന്റെ ടെക്നിക്കൽ വശങ്ങൾ, സയന്റിഫിക് ആയിട്ടുള്ള വശങ്ങൾ, ശാസ്ത്രീയമായ വശങ്ങളൊക്കെ പരിശോധിക്കുക, സൂപ്പർവൈസ് ചെയ്യുക. അവർ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് നമ്മളും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യണം, പരിശോധിക്കണം. അല്ലെങ്കിൽ ഇപ്പോ ഒരു നമുക്കറിയാം പേഷ്യൻസ് ആണ്, ഹോസ്പിറ്റലിൽ വരുന്ന രോഗികളാണ്. രോഗികളുടെ രോഗം ഭേദമാക്കുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്, ഗോൾ എന്ന് പറയുന്നത്. അപ്പൊ അത് ഭേദമാക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന, അസിസ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് റേഡിയോളജി ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ എന്താ പറയാ ലാബില് ടെസ്റ്റുകൾ നടത്തുന്നത് എല്ലാം തന്നെ. അപ്പൊ ഇതിന്റെയൊക്കെ ബേസിസിലാണ്, എല്ലാം നോക്കിയിട്ടാണ് ഒരു പേഷ്യന്റിന് കംപ്ലീറ്റ് കെയർ കൊടുക്കുന്നത്. അപ്പൊ ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ വാട്ട് എവർ ടെസ്റ്റ് ആർ ഡൺ ഇൻ ദ ലാബ് ഇറ്റ് ഷുഡ് ബി സൂപ്പർവൈസ്ഡ്. അത് ആരുടെയെങ്കിലും കീഴില് ശാസ്ത്രീയമായിട്ട് പരിശോധിക്കണം ആ ടെസ്റ്റുകൾ. അതിന് വേണ്ട ഒരാളാണ് ടെക്നിക്കൽ സൂപ്പർവൈസർ. ക്ലിയർ ആയോ? രണ്ടാമത്തേത് മനസ്സിലായോ? ടെക്നിക്കൽ സൂപ്പർവൈസർ ആളുടെ ഡിഗ്രിയും അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനും ആളുടെ എന്താ പറയാ റെസ്പോൺസിബിലിറ്റി, എന്താണ് ആൾ ചെയ്യേണ്ടത് ലാബിൽ. മനസ്സിലായോ? മനസ്സിലായോ ഇല്ലയോ? സ്ട്രെങ്ത് കുറഞ്ഞു വരികയാണ്. അതോടൊപ്പം തന്നെ യെസും തമ്പിടുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നെക്സ്റ്റ് വൺ ജനറൽ സൂപ്പർവൈസർ ആണ്. അതായത് മൊത്തത്തിലുള്ള ഒരു കോമൺ സൂപ്പർവൈസർ ആണ്. മേ ബി ലാബ് നമ്മൾ നേരത്തെ പറഞ്ഞ ലാബ് ഡയറക്ടർ തന്നെ ആകാം ചില സമയത്ത് കേട്ടോ. അത് അക്കോർഡിംഗ് ടു ദ ഹോസ്പിറ്റൽസിന്റെ പ്രൊസീജിയേഴ്സ് അനുസരിച്ചാണ്. ചിലപ്പോൾ അവിടുത്തെ സെയിം ലാബ് ഡയറക്ടർ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ടെക്നിക്കൽ സൂപ്പർവൈസർ തന്നെ ആകാം. മേ ബി അവർ തന്നെയായിരിക്കും ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, ഡിപ്പെൻഡിങ് ഓൺ ദ ലാബ് ആൻഡ് എക്സ്പീരിയൻസ്. അതായത് ലാബിന്റെ സൈസോ അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തന ഓപ്പറേഷൻസോ ഒക്കെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നേരത്തെ പറഞ്ഞ ലബോറട്ടറി ഡയറക്ടറോ അല്ലെങ്കിൽ ടെക്നിക്കൽ സൂപ്പർവൈസറോ മേ ബി ദ സെയിം പേഴ്സൺ ആസ് ജനറൽ സൂപ്പർവൈസർ അവർ തന്നെ ആയിരിക്കാം. അപ്പൊ ഇനി മാത്രമല്ല, അതല്ല അവരുടെ എന്താ പറയാ ക്വാളിഫിക്കേഷൻ, MLS, MT, MLT എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഒക്കെ. MT എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ടെക്നോളജിസ്റ്റ് ആണ്. MLS എന്ന് പറയുമ്പോൾ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് ആണ്. MLT എന്ന് പറയുന്നത് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ആണ്.
അപ്പൊ ഇങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ള ആളുകളായിരിക്കും. കാരണം ഇതിനകത്തൊക്കെ ഇത് സയന്റിഫിക് ആയിട്ട് ലാബ് ടെസ്റ്റുകളൊക്കെ നടത്താൻ അറിയാൻ പറ്റുന്ന ആൾക്കാർ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ചില കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് എക്സ്പീരിയൻസോടൊപ്പം ഉള്ളവരായിരിക്കണം എന്ത് ജനറൽ സൂപ്പർവൈസർ ആകാം. ക്വാളിഫിക്കേഷൻ മാത്രം പോരാ, അവർക്ക് അതിന് എന്താ പറയാ നോക്കാനും അത് സൂപ്പർവൈസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന എക്സ്പീരിയൻസ് കൂടി വേണം. അപ്പൊ ആ രീതിയിലായിരിക്കും ജനറൽ സൂപ്പർവൈസറിന്റെ ക്വാളിഫിക്കേഷനും. അല്ലെങ്കിൽ സെയിം പേഴ്സൺ മേ ബി ലബോറട്ടറി ഡയറക്ടർ ആകാം, അല്ലെങ്കിൽ ടെക്നിക്കൽ സൂപ്പർവൈസറും ആകാം. ആൻഡ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത് പ്രൊവൈഡ് സൂപ്പർവിഷൻ ഓഫ് ഡേ ടു ഡേ ഫങ്ഷൻസ് ഓഫ് ദ ലാബ്. ലാബിൽ നടക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങളെ ഒക്കെ സൂപ്പർവൈസ് ചെയ്യുക. ലാബിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, മൊത്തം ഹോസ്പിറ്റലിന്റെ കാര്യമൊന്നുമല്ല, ഹോസ്പിറ്റലിന്റെ ലാബിനകത്ത് എന്തൊക്കെയാണ് ഡേ ടു ഡേ ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്, എന്തൊക്കെ ടെസ്റ്റ് നടത്തുന്നു, അതിന്റെയൊക്കെ റിസൾട്ടുകൾ എങ്ങനെ, എല്ലാ കാര്യം അതിൽ മൊത്തത്തിലൊന്ന് കണ്ണുവയ്ക്കണം. ഓക്കെ, അതാണ് എന്ന് വെച്ചാൽ നോക്കി കാണണം, സൂപ്പർവൈസ് ചെയ്യണം. അതാണ് ജനറൽ സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ആളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ജനറൽ സൂപ്പർവൈസർ കിട്ടിയോ? യെസ്. ഷർമിന ഷാൻ മാത്രമുള്ളോ ഇവിടെ? വേറെ ആർക്കും മനസ്സിലായിട്ടില്ല? ഓക്കെ, യെസ്. നിങ്ങൾ കൂടുതൽ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഊർജം, ഒരു എനർജി, പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയുമല്ലോ, അത് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തത് എന്താ? മറ്റേ MLS, MT, MLT അതിന്റെയൊക്കെ ഒരു ഫുൾ ഫോം ഞാൻ പറഞ്ഞുതരാം. എക്സ്പാൻഡഡ് ഫോം എടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ടേം കഴിഞ്ഞിട്ട് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ആണ് അടുത്തത്. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, MLT. ഓക്കെ, നേരത്തെ പറഞ്ഞു, അത് തന്നെയാണ്. അപ്പൊ ആൾക്ക് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ അസോസിയേറ്റ് ഡിഗ്രി, അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഡിഗ്രി, അതായത് മെഡിക്കൽ ലാബ് ടെക്നീഷ്യന് വേണ്ട ക്വാളിഫൈഡ് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഡിഗ്രി. അതുപോലെ തന്നെ അക്രഡിറ്റഡ് MLT അതിന്റെ അക്രഡിറ്റേഷനുള്ള ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ലൈസൻസ്ഡ് സർട്ടിഫിക്കേഷൻ എംപ്ലോയേഴ്സ് പറയുന്ന രീതിയിൽ ആരാണോ ജോലി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ആളെ അപ്പോയിന്റ് ചെയ്യുന്ന അവർ ആവശ്യപ്പെടുന്ന ഇതുപോലെയുള്ള ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിരിക്കാം. അപ്പൊ ആ സർട്ടിഫിക്കറ്റ് അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സർട്ടിഫിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യണം. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. ഇനി ഇവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി പെർഫോംസ് കസ്റ്റമറി ടെസ്റ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. നടക്കുന്ന ടെസ്റ്റുകളൊക്കെ സൂപ്പർവൈസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അതിന്റെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നതും. പിന്നെ ചില ടെസ്റ്റുകളൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് എന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് ആവശ്യപ്പെടുന്നതല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ അതിന്റെ അകത്ത് ലാബിനകത്ത് തന്നെ ചിലപ്പോൾ ചില റിസൾട്ടുകൾക്ക് എന്താ പറയാ കൺഫർമേഷന് വേണ്ടിയിട്ടായിരിക്കും നമ്മളുടേതായ രീതിയിൽ നമ്മൾ ചില കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ നടത്തി അത് സൂപ്പർവൈസ് ചെയ്ത് അതിന്റെ ക്വാളിറ്റി ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കേണ്ടത് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ആണ്, MLT ആണ്. ക്ലിയർ ആയോ? MLS നമ്മളുടെ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്, അതുപോലെ തന്നെ മെഡിക്കൽ ടെക്നോളജി ഉപയോഗിച്ച് എന്തൊക്കെ കാര്യങ്ങളാണോ സൂപ്പർവൈസ് ചെയ്ത് കണ്ടക്ട് ചെയ്യുന്നത് അതിന്റെ ക്വാളിറ്റി പരിശോധിക്കുക, അത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുക, പെർഫോം ചെയ്യുക. ഓൾ ദീസ് തിങ്സ് ആർ ദ ഫംഗ്ഷൻ ഓർ റെസ്പോൺസിബിലിറ്റി ഓഫ് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. അത് അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ചിലപ്പോൾ അത് ഇന്ന കാര്യം, അതായത് പെർഫോംസ് കസ്റ്റമറി ടെസ്റ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഓൾ ടെസ്റ്റ് അണ്ടർ സൂപ്പർവിഷൻ ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ ചോദിക്കാം. ക്ലിയർ ആയോ? ചോദ്യം വരുന്ന രീതി മനസ്സിലായോ? ഇന്ന റെസ്പോൺസിബിലിറ്റി ഇന്നതിൽ ആരുടേതാണ്. അപ്പൊ നമുക്ക് അവിടെ കുറെ ആൾക്കാരുടെ പേര് പറഞ്ഞല്ലോ. നമ്മള് ആദ്യം പറഞ്ഞത് ലബോറട്ടറി ഡയറക്ടർ പറഞ്ഞു, ലാബ് ടെക്നീഷ്യൻ ടെക്നിക്കൽ സൂപ്പർവൈസർ പറഞ്ഞു, ജനറൽ സൂപ്പർവൈസർ പറഞ്ഞു, പിന്നെ ലാബ് ടെക്നീഷ്യൻ പറഞ്ഞു. അപ്പൊ ഇത് ഓരോരുത്തരുടെ ഇങ്ങനെ ആരുടെയാണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ആൻഡ് ലാസ്റ്റ് വൺ, അവസാനത്തേത് ഫ്ലെബോട്ടമിസ്റ്റ് ആണ്. PBT, ഫ്ലെബോട്ടമിസ്റ്റിന്റെ ഷോർട്ട് ആയിട്ട് അല്ലെങ്കിൽ അബ്രീവിയേറ്റഡ് ഫോം ആണ് PBT. PBT സ്റ്റാൻഡ്സ് ഫോർ ഫ്ലെബോട്ടമിസ്റ്റ്. അങ്ങനെയാണ് അത് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ആളുടെ ഡിഗ്രി എന്ന് പറയുന്നത് ഒരു ഹൈസ്കൂൾ ഡിഗ്രി ആൻഡ് ട്രെയിനിങ് ഓഫ് വർക്ക് എക്സ്പീരിയൻസ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആള്, അതായത് പഠനത്തിൽ കഴിഞ്ഞിട്ട് ഡിഗ്രി ക്വാളിഫൈഡ്, കൂടാതെ ഈ പറയുന്നതിന് പ്രത്യേകം വേറെ കോഴ്സുകൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ നമുക്ക് അതിന്റെ ആ ഒരു ട്രെയിനിങ്, ആ ഒരു കാര്യം പഠിക്കാനുള്ള ട്രെയിനിങ്, അതുപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസ്, അതെന്താണെന്ന് അറിയാമോ? കാരണം ഇതിനകത്ത് ഈ പറയുന്ന ആളുടെ ഡ്യൂട്ടി, ഫ്ലെബോട്ടമിസ്റ്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ടു ഗ്യാദർ ദ ബ്ലഡ് ഗ്യാദർ ചെയ്യുക. പേഷ്യൻസിന് ലാബിൽ വരുന്ന പേഷ്യൻസിന്റെ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ബ്ലഡ് ഒക്കെ
വേലി കൂടി എടുത്ത് ഇങ്ങനെ കുത്തി എടുത്ത് അത് പരിശോധനയ്ക്ക് വേണ്ടി കൊടുക്കുക. അപ്പൊ ഇയാൾക്ക് കുത്തി എടുക്കുന്ന ഒരു ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ആ ബ്ലഡ് എടുക്കുക എന്നുള്ളതാണ് ഡ്യൂട്ടി. അപ്പൊ അതിന് എവിടെ നിന്ന് ഏത് വെയിൽ അത്രയും കുറച്ച് കാര്യങ്ങൾ വളരെ കുറച്ച് എന്താ പറയാ നോളജ് ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ അതിന് പ്രത്യേകം ട്രെയിനിങ്ങും കിട്ടിയ ആളുകളാണ് ഈ പറയുന്ന ഒരു പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ലബോറട്ടറിയിലെ ഫ്ലെബോട്ടമിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി അതാണ്. ക്ലിയർ ആയോ? ഗ്യാദർ ബ്ലഡ് സാമ്പിൾസ് ഫ്രം ദ പേഷ്യൻസ് ഫോർ ലാബ് ടെസ്റ്റ്. ലാബ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ബ്ലഡ് പേഷ്യൻസിൽ നിന്നും കളക്ട് ചെയ്യുന്ന സാമ്പിൾസ് കളക്ട് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി ആണ് ഫ്ലെബോട്ടമിസ്റ്റിന് ഉള്ളത്. മനസ്സിലായോ? യെസ്. അപ്പൊ നിങ്ങളൊന്ന് ആ ഒരു 3 വാക്കുകൾ 3 അബ്രിവിയേറ്റഡ് ഫോംസിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് എഴുതി വെക്കുക. MLS, MT, MLT ഒന്ന് എഴുതി വെക്കാമോ? MLS മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്, മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്. MLS നോട്ട് എവിടെയാണ്? അതിന്റെ മുകളിൽ നിങ്ങളൊന്ന് MLS എഴുതിയിട്ട് ഒരു ഹൈഫനട്ട് എഴുതിയാൽ മതി. മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് MLS. MLT അവിടെ തന്നെ ഉണ്ട്. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഓർ ടെക്നോളജി രണ്ടും പറയൂ കേട്ടോ. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഓൾറെഡി അവിടെ ഉണ്ട്. അത് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ബോക്സിന്റെ അകത്ത് ബ്രാക്കറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യന്റെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് MT മെഡിക്കൽ ടെക്നോളജിസ്റ്റ്. മെഡിക്കൽ ടെക്നോളജിസ്റ്റ് ആണ്. ഓക്കെ. കിട്ടിയില്ലേ? ടേബിൾ ഒന്ന് NB എന്നിട്ട് വെച്ചേക്കണം. ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അടുത്തത് നമ്മുടെ ലാബിൽ വേണ്ട ചില അടിസ്ഥാന സൗകര്യങ്ങളാണ്. എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഒരു എന്താ പറയാ ലാബിൽ ആവശ്യമുള്ളത്? See, infrastructure of a laboratory will be, the needs of infrastructure of a laboratory will be based on the clinical services provided or clinical research which is provided in the laboratory. ഓരോ ലബോറട്ടറിയിലും ഏത് തരത്തിലുള്ള സേവനങ്ങളാണ് കൊടുക്കുന്നത്? ഒരുപാട് വലിയ ടെസ്റ്റുകളൊക്കെ നടത്തുന്നുണ്ട്. 5 ഏരിയാസ് ഓഫ് ടെസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ. ഈ 5 എണ്ണവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് അത്യാവശ്യം വലിയ രീതിയിലുള്ള ലാബുകളായിരിക്കണം. അപ്പൊ സൈസ് അനുസരിച്ച് അതനുസരിച്ച് സൗകര്യം വേണ്ടേ? സൗകര്യങ്ങൾ വേണ്ടത് നമ്മുടെ സൈസിനനുസരിച്ചും അതുപോലെ തന്നെ എന്തൊക്കെ സർവീസസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ക്ലിനിക്കൽ റിസർച്ചുകൾ നടത്തുന്നുണ്ടോ, ലാബുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റിസർച്ചസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടോ. സോ അക്കോർഡിംഗ് ടു ദാറ്റ് അതനുസരിച്ച് ഉള്ള സൗകര്യങ്ങൾ എല്ലാ ഹോസ്പിറ്റൽസിലെയും ലാബിൽ വേണം എന്നാണ് ആ ഫസ്റ്റ് സെന്റൻസ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എങ്കിലും അക്കോർഡിംഗ് ടു നമ്മളുടെ എന്താ പറയാ ഹോസ്പിറ്റൽസിന്റെ സ്റ്റാൻഡേർഡ്സ് അതുപോലെ തന്നെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അന്തർദേശീയമായിട്ടുള്ള നിലവാരം അനുസരിച്ച് ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അത് ഇമ്പോർട്ടന്റ് ആണ്. മിനിമം ഇത്ര ഇന്ന കാര്യങ്ങളൊക്കെ ഒരു ലാബിൽ വേണമെന്നുണ്ടല്ലോ, അത് എന്തായാലും ഉണ്ടായിരിക്കണം. അതിന് പുറമെ എത്രത്തോളം മാക്സിമം എന്തൊക്കെ സൗകര്യം വേണം എന്ന് ചോദിക്കുമ്പോഴാണ് നമുക്ക് എന്ത് സൗകര്യം വേണ്ടത്? according to the research conducted, according to the services provided by clinical lab. Clinical lab എന്തൊക്കെ റിസർച്ചുകൾ നടത്തുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള സേവനങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിന്റെ ബേസിസിൽ എത്രത്തോളം സൗകര്യങ്ങളും വേണമെങ്കിലും നമ്മുടെ ലാബില് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. മനസ്സിലായോ? അതേസമയം തന്നെ അറ്റ് ദ സെയിം ടൈം ഇതുകൂടി നമ്മൾ ഓർക്കണം, ബേസിക് നീഡ്സ് എങ്കിലും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർഡ് ആയിരിക്കണം ഓരോ ഹോസ്പിറ്റൽ ലാബുകളും. അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായോ സെന്റൻസിന്റെ മീനിങ്? മനസ്സിലായോ? ബേസിക് ആയിട്ട് ലാബിൽ ഇന്ന സാധനമൊക്കെ വേണമെന്നുള്ളത് ഇമ്പോർട്ടന്റ്, അത് വളരെ അത്യാവശ്യം, അത് വളരെ നെസസറിയാണ് അല്ലെ? അപ്പൊ മാത്രമല്ല, പക്ഷെ ഇനി ഇപ്പൊ എല്ലാ ഹോസ്പിറ്റൽസിനും ചില ഹോസ്പിറ്റലിന് ഭയങ്കര ലാബ് ഭയങ്കര വലിയ സൗകര്യങ്ങളോട് കൂടിയുള്ള ലാബുകൾ ഉണ്ടായിരിക്കും. പക്ഷെ അത് തന്നെ എല്ലാ ഹോസ്പിറ്റൽസിലും വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ബേസിക് ആയിട്ടുള്ള ചില സൗകര്യങ്ങൾ എല്ലാ ലബോറട്ടറീസിലും വേണമെന്ന് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്? സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് വേണം, അതെങ്കിലും വേണം, അല്ലെങ്കിൽ അതിനെ ലബോറട്ടറി ആയിട്ട് കണക്കാക്കപ്പെടില്ല. നിങ്ങൾ കൊണ്ടുവരാം ഹോസ്പിറ്റൽസ്, ഹോസ്പിറ്റൽ ആണെങ്കിൽ അത്തരം ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും ഒരുക്കിയിരിക്കണം. For the convenience of the test of patients fluids or blood യൂറിനോ അല്ലെങ്കിൽ മറ്റു ഫ്ലൂയിഡ്സ് ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ പേഷ്യൻസിന്റെ ആ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അടിസ്ഥാനപരമായിട്ടുള്ള ചില ആവശ്യങ്ങളുണ്ട്. എക്യുപ്മെന്റ്സും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ പലതും ഉണ്ട്. എക്യുപ്മെന്റ്സ് വേണം,
അത് ചെയ്യാനുള്ള സൗകര്യങ്ങൾ വേണം, ടൂൾസ് വേണം, അതൊക്കെ എന്തായാലും വേണം അല്ലെ. ഒരു ലാബ് ഇപ്പൊ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, ഒരു ലാബില് നമുക്കറിയാം നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് എടുത്ത് പുറത്ത് വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതാണല്ലോ പുറത്ത്, ബോഡിക്കകത്തുനിന്ന് പുറത്തെടുത്ത് വെച്ച് ടെസ്റ്റ് ചെയ്യുന്നതാണ് ലാബ് ടെസ്റ്റുകൾ. ലബോറട്ടറി അവിടെ ഫംഗ്ഷൻ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. റേഡിയോളജി മറ്റൊരു ടെസ്റ്റിംഗ് രീതിയുണ്ട്, ഇറ്റ് ഈസ് ഇമേജിംഗ് ടെസ്റ്റ് ആണ്. അവിടെ നിന്ന് അതിനകത്ത് നമ്മുടെ ശരീരത്തിൽ നിന്നൊന്നും പുറത്തെടുത്ത് വെച്ച് ടെസ്റ്റ് ചെയ്യുന്നില്ല, നമ്മുടെ ശരീരത്തിനകത്തോട്ട് കയറ്റി വിട്ടിട്ടാണ് പരിശോധനകൾ നടക്കുന്നത്. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത്? മനസ്സിലായോ? ഈ സാധനങ്ങളുടെ രണ്ടിന്റെ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ലബോറട്ടറിയിൽ ശരീരത്തിനകത്തുനിന്ന് പുറത്തേക്ക് എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ടെസ്റ്റ് ചെയ്യുന്നു. യൂറിൻ ആകാം, ബ്ലഡ് ആകാം, സ്റ്റൂൾ ആകാം, അങ്ങനെ പലതും ഒത്തിരി സാധനങ്ങൾ എടുക്കുന്നുണ്ട് അല്ലെ. നമുക്ക് തന്നെ അറിയാലോ, പരിശോധനകൾക്ക് നമ്മൾ ചിലപ്പോ എന്താ പറയാ വിധേയരായിട്ടുണ്ടാകാം അല്ലെ, നമുക്കും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. അത് പുറത്തെടുത്ത് വെച്ചിട്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു ഉപകരണമാണ് നമ്മുടെ ലാബിൽ എന്ത്? ഒരു മൈക്രോസ്കോപ്പ് വേണം. ദാറ്റ് മീൻസ് നമ്മുടെ മൈക്രോസ്കോപ്പിക് സ്റ്റഡിയിലൂടെയാണ്, ആ മൈക്രോസ്കോപ്പിൽ കൂടി നമ്മുടെ ബോഡിയിലെ ടിഷ്യൂസ് ആകാം, സെൽസ് ആകാം, ബ്ലഡ് ആകാം, അതിന്റെയൊക്കെ ഒരു സ്റ്റെയിനൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട സാധനമാണ് അത്. ലാബ് എന്ന് പറഞ്ഞിട്ട് അതില്ലായെങ്കിലോ? അങ്ങനെ പാടില്ല എന്ന് മനസ്സിലായോ? അങ്ങനെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ട എല്ലാ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സും വേണം. പക്ഷെ ഒത്തിരി വലിയ വലിയ ടെസ്റ്റുകളൊക്കെ നടത്താൻ ഉള്ള സൗകര്യങ്ങൾ ചില ലബോറട്ടറീസിൽ ഉണ്ടാവില്ല. അത് നമുക്ക് വേണമെന്ന് അത് നമുക്ക് എന്താ പറയാ അത്രയധികം അങ്ങോട്ട് വേണ്ട സാധനമാണെന്ന് പറയാൻ പറ്റില്ല. സോ അവിടെ എന്തൊക്കെ റിസർച്ച് നടത്തുന്നു, അവിടെ എന്തൊക്കെ സേവനങ്ങൾ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നു, ടെസ്റ്റുമായി ബന്ധപ്പെട്ട് അതിന് അക്കോർഡൻസ് ആയിട്ടുള്ള ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് എന്തായാലും സൗകര്യങ്ങളൊക്കെ വേണം. ഓക്കെ, ഇനി ലബോറട്ടറിയിൽ എന്താ പറയാ ലാബില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവിടെ ക്വാളിറ്റി റിസർച്ച്, അതായത് എത്രത്തോളം അവരുടെ പേഷ്യൻസിന്റെ എന്താ പറയാ ഈ കളക്ട് ചെയ്യുന്ന ഈ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്നു. അതിനെ കുറിച്ച് ഒരു പർട്ടിക്കുലർ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ന സാധനം കൂടുതലാണ്, ഇന്ന സാധനം കൂടുതലാണ്, അളവ് കൂടുതലാണ് ഇതിന്റെ അതൊക്കെ എടുത്തു വെച്ചിട്ട് റിസർച്ച് സ്റ്റഡീസ്. അതിന് ചിലപ്പോൾ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഒക്കെ നടത്തേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല ലബോറട്ടറിയുടെ എഫിഷ്യൻസി ആൻഡ് ഓൾസോ സേഫ്റ്റി അതൊക്കെ ഉറപ്പുവരുത്തുക. ആർക്ക് സേഫ്റ്റി? ലാബ് വർക്കേഴ്സിന്റെ സേഫ്റ്റി കൂടി ഉറപ്പുവരുത്തുന്ന രീതിയിലാണ്. കാരണം യൂസ് സം ടൈപ്സ് ഓഫ് കെമിക്കൽസ് ഓൾസോ അല്ലെ. ലാബിൽ പലതരത്തിലുള്ള കെമിക്കൽസും ഇവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സോ അവർക്ക് വേണ്ട സേഫ്റ്റി ഇതും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ പെടുന്നത്. അതും ഒരു സൗകര്യമാണ് അല്ലെ. അവർ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യണം, സേഫ് ആക്കണം. ഇത് ഇന്ന കെമിക്കൽസ് ഒക്കെ അവർ ഹാൻഡിൽ ചെയ്യുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് വാട്ട് പ്രിക്കോഷൻസ് ഹാവ് ടു ബി ടേക്കൺ, അതിനുള്ള സൗകര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തോളുന്നത്. ഇന്ന കെമിക്കൽസ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് സേഫ്റ്റി മെഷേഴ്സ് എടുത്ത് തന്നെ ഉപയോഗിക്കണം. അപ്പൊ സേഫ്റ്റി മെഷേഴ്സ് ഉപയോഗിക്കുന്നു പറഞ്ഞാൽ പോരാ, അതിൻ്റെ ഉള്ള സൗകര്യങ്ങൾ ഫെസിലിറ്റീസ് ഷുഡ് ബി പ്രൊവൈഡഡ്. മനസ്സിലായോ? അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു സൗകര്യത്തെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഇനി മാനേജ്മെന്റ് ഓഫ് ലബോറട്ടറി, നമ്മുടെ ലാബൊക്കെ മാനേജ് ചെയ്യുന്നത് ലാബിലേക്ക് നേരത്തെ പറഞ്ഞ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. സോ ആ മാനേജ് ചെയ്യുന്നതിന്റെ കൂട്ടത്തില് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ദാറ്റ് പ്രൊവൈഡ് സഫീഷ്യന്റ് റിസോഴ്സസ് ടു സ്റ്റാഫ്. വേണ്ട സാധന സാമഗ്രികളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ടെസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ടെസ്റ്റ് ട്യൂബുകൾ വേണം അല്ലെ, ഇതൊക്കെ ഇങ്ങനെ സ്റ്റെയിനൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പരിശോധിക്കുന്നതിനും ഒരു ചില്ല് പോലത്തെ സാധനത്തിലൊക്കെ നമുക്ക് കണ്ടിട്ടല്ലോ. എല്ലാ എക്യുപ്മെന്റ്സും ചിലതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ നേരിട്ട് അവർ ചെയ്യുന്നതൊക്കെ ചിലപ്പോഴൊക്കെ നമുക്കൊന്ന് നോക്കിയെടുക്കേണ്ടി വന്നിട്ടുണ്ടാവും. പണ്ടൊക്കെ കുറച്ചുകൂടി വിസിബിൾ ആയിരുന്നു, കാണായിരുന്നു. ഇപ്പൊ അതൊന്നും ചിലപ്പോൾ അത് കാണാൻ പറ്റുന്നില്ല, കുറച്ചുകൂടി ക്ലോസ്ഡ് ആണ്. അപ്പൊ അതുപോലെ തന്നെ എഫിഷ്യന്റ് വർക്കിംഗ് കണ്ടീഷൻസ് ലാബില് എന്താ പറയാ അവർക്ക് സ്റ്റാഫിന് നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യാൻ ജോലി ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. അതായത് ചെയ്യണം മാനേജ്മെന്റ്, ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് അത് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? മനസ്സിലായോ? ആ കുഞ്ഞു പാരഗ്രാഫും ക്ലിയർ? അപ്പൊ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാട്ടാ. ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദ ലബോറട്ടറി ചേഞ്ചസ് വിത്ത് ദ നീഡ്സ് ഓഫ് ദ ക്ലിനിക്കൽ റിസർച്ച് or service provided by the laboratory, but the basic needs should be met with the regulatory and international standard. അന്തർദേശീയ സ്റ്റാൻഡേർഡ് പ്രകാരം ബേസിക് നീഡ്സ് എന്തായാലും ലാബുകളുടെ സൗകര്യങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ബേസിക് ആയിട്ട് എന്തൊക്കെയാണ് ഒരു ലാബിൽ വേണ്ടത് അതെല്ലാം സൗകര്യങ്ങൾ വേണം. കൂടാതെ ഓരോ ലബോറട്ടറിയും അവർ പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും അനുസൃതമായിട്ടുള്ള രീതിയിൽ അവിടുത്തെ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കും. അതാണ് സെന്റൻസിന്റെ പച്ച മലയാളം മീനിങ്. ഓക്കെ, ഇനി ദ മാനേജ്മെന്റ് ഈസ് റെസ്പോൺസിബിൾ. രണ്ടാമത്തെ സെന്റൻസ് അടുത്ത കുഞ്ഞു പാരഗ്രാഫ് കാണുന്നതാണ്. മാനേജ്മെന്റ് ഓഫ് ദ ലബോറട്ടറി ഈസ് responsible for providing sufficient resources to staff to guarantee efficient working of a laboratory. ഒരു ലബോറട്ടറിയുടെ ശരിയായ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് വേണ്ട സാധനങ്ങളൊക്കെ അവിടുത്തെ സ്റ്റാഫിന് പ്രൊവൈഡ് ചെയ്യാൻ ആര് ലാബിനെ
മാനേജ് ചെയ്യുന്ന ആ ആള് ആരാണോ മാനേജ് ചെയ്യുന്ന ആള് ശ്രദ്ധിച്ചിരിക്കണം. ആരുടെ സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. നെക്സ്റ്റ് വൺ, അടുത്തത് ഗുഡ് ലബോറട്ടറി ഡിസൈൻ ഷുഡ് എക്സാമിൻ ദ ഫോളോയിങ്. ഒരു നല്ല ലബോറട്ടറി ആണെങ്കിൽ, ഒരു നല്ല ലബോറട്ടറി ആകാൻ വേണ്ട അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങളാണ്, കുറെ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഒരു നല്ല ഒരു ലബോറട്ടറി ആകണം ഒരു ഹോസ്പിറ്റൽസിലെ, അതിന് വേണ്ട ചില കാര്യങ്ങളാണ് ഇനി അടുത്തത് നമുക്ക് പോയിന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ്. ഒന്നാമത്തേത് സൈനേജ് ആണ്. സൈനേജ് ആണെന്ന് പറഞ്ഞാൽ എന്താ കേട്ടിട്ടുണ്ടോ? സൈനേജ് സൈൻ ബോർഡ് എന്ന് കേട്ടിട്ടുണ്ടോ? അതിന്റെ സാധനം അല്ലെ, സൈൻ ബോർഡ് എന്ന് കേട്ടിട്ടുണ്ടോ? യെസ്, അത് തന്നെയാണ് സൈനേജ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ലാബ് ആകുമ്പോ ലാബിന്റെ പുറത്ത് എന്താ പറയാ ചെറിയ ബോർഡുകളൊക്കെ ഉണ്ടായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ലാബിന്റെ പുറത്തുണ്ടാകാം, ചിലപ്പോ അകത്തായിരിക്കാം. അത് എങ്ങനെയാണോ, അത് ഏത് രീതിയിലാണോ സൗകര്യം ഫെസിലിറ്റി അനുസരിച്ച് അവരത് എന്തായാലും ഉണ്ടാക്കിയിട്ടുള്ള ഒരു സൈൻ ബോർഡ് ഓർ സൈനേജ് എന്ന് പറയുന്നത്. ഇനി ആ സൈനേജില് സം ഇൻഫോർമേഷൻ ഷുഡ് ബി ഇൻക്ലൂഡഡ്. അതിനകത്ത് ചില നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നത്. എന്തൊക്കെ? നെയിം, രജിസ്ട്രേഷൻ നമ്പർ, സർവീസസ് ഓഫേർഡ്, ആ ലാബിന്റെ പേര്, ലാബ് എന്തിന്റെ ലാബാണ്, ലാബ് പല രീതിയിലുണ്ട് കേട്ടോ, പല ടെസ്റ്റുകൾക്ക് അനുസരിച്ചൊക്കെ ഇതിന് മാറ്റമൊക്കെ ഉണ്ട്. അപ്പൊ പേര് കൊടുക്കുക, ലാബിന്റെ പേര് കൊടുക്കുക, രജിസ്റ്റർ നമ്പർ, പിന്നെ അതുപോലെ തന്നെ സർവീസസ് ഓഫേർഡ്, എന്തൊക്കെ സേവനമാണ്, എന്തൊക്കെ ടെസ്റ്റുകളാണ് നടത്തുന്നതെന്ന്, വർക്കിംഗ് അവേഴ്സ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ലാബിന്റെ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയം മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് കൊടുക്കണം. പിന്നെ ഫീസ് ഫോർ ഡിഫറെന്റ് ടെസ്റ്റ് ആൻഡ് സർവീസസ്, ഓരോ ടെസ്റ്റുകൾക്കും വേണ്ടി വരുന്ന എമൗണ്ട്, ഇന്ന ടെസ്റ്റ് ഇന്നതിന് എത്ര രൂപയാണ്, ഇന്നതിന് ചില സ്ഥലത്തൊക്കെ അത് കൃത്യമായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും അതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അല്ലെ, എല്ലായിടത്തും നമ്മൾ കാണാറില്ല. പക്ഷെ ചില ഹോസ്പിറ്റൽസിലൊക്കെ ഉണ്ട് താനും, ഇന്നതിന് ഇത്ര രൂപ ടെസ്റ്റിന്റെ ഡീറ്റെയിൽസ് ചിലപ്പോ അകത്തുണ്ടാവുമായിരിക്കാം, നമുക്ക് പുറത്ത് വിസിബിൾ ആയിരിക്കുകയായിരിക്കും. ഓക്കെ, അപ്പൊ ഒരു നല്ല ഒരു ലബോറട്ടറിക്ക് ഇത് ഈ രീതിയിൽ ഡിസൈൻ ചെയ്തോളൂ. മനസ്സിലായോ? സൈനേജ്, ദാറ്റ് മീൻസ് സൈൻ ബോർഡ് ഉണ്ടായിരിക്കണം. അത് വിതിൻ ഓർ ഔട്ട്സൈഡ്, പുറത്തോ അകത്തോ എവിടെയെങ്കിലും വെക്കാം എന്നുള്ളതാണ്. അതിനകത്ത് വേണ്ട ചില ഇൻഫോർമേഷൻസ് ആണ്. എന്തൊക്കെയാണ് സൈനേജിൽ ഉണ്ടാകുക? നെയിം, രജിസ്ട്രേഷൻ നമ്പർ, സർവീസ് ഓഫേർഡ്, വർക്കിംഗ് അവേഴ്സ്, ദെൻ ഫീസ് ഫോർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ്. ഓക്കെ, ക്ലിയർ ആയോ? ഒന്നാമത്തെ സൈനേജ് മനസ്സിലായോ? അതിനകത്ത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട സെന്റൻസ് എന്ന് പറയുന്നത് സൈനേജ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഇൻഫോർമേഷൻ. ദാറ്റ് കൺസിസ്റ്റ് എന്ന് മാറ്റി ആ ദാറ്റിന് പകരം അവിടെ സൈനേജ് എന്ന് ചേർത്ത് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഇൻഫോർമേഷൻ സച്ച് ആസ് നെയിം, രജിസ്ട്രേഷൻ നമ്പർ, സർവീസസ് ഓഫേർഡ്, വർക്കിംഗ് അവേഴ്സ്, കോൺടാക്ട് നമ്പർ, അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ, അതുകൊണ്ട് പിന്നെ എന്താ പറയാ ഫീസ്, ഓരോ ടെസ്റ്റുകൾക്കും അതുപോലെ തന്നെ മറ്റു സേവനങ്ങൾക്കും ഉള്ള ഫീസ് അവർ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. പക്ഷെ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് പകരം ദാറ്റ് മാറ്റി അവിടെ സൈനേജ് കൺസിസ്റ്റ് ഓഫ് തന്നെ ആക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് വൺ. യെസ്, സെക്കൻഡ് വൺ, എസെൻഷ്യൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ്. അതായത് നമ്മളുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ആരോഗ്യവും അതുപോലെ തന്നെ സുരക്ഷിതത്വത്തിനും വേണ്ടി വരുന്ന ചില കാര്യങ്ങൾ. അത് എന്തൊക്കെയാണോ? ഇപ്പൊ ഹോസ്പിറ്റൽസിലെ ലാബിനകത്ത് നിൽക്കുന്ന ജോലിക്കാർക്ക് അവരുടേതായ സേഫ്റ്റിയും നമ്മൾ എൻഷുർ ചെയ്യണം. അപ്പൊ ഒരു നല്ല ലാബിന് അതുകൂടിയും ചെയ്യണം. എന്ന് വെച്ചാൽ നഴ്സസ് അല്ലെങ്കിൽ ലാബില് ഉള്ളവര് എങ്ങനെയാണോ അവരുടെ ജോലികൾ ചെയ്യുമ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള എന്താ പറയാ ചില ജോലികൾക്ക് അവർക്ക് സേഫ്റ്റി മെഷേഴ്സ് എടുക്കേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കണം, അവരവരുടെ ആരോഗ്യത്തിനാണ് എന്നുള്ളത്. അതിന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള സൈനേജ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യും. അതിനും ഒരു ബോർഡ് വെച്ചേക്കാം, ഇന്ന സാധനം ഉപയോഗിക്കുമ്പോൾ യു ഹാവ് ടു യൂസ് ദിസ് വൺ എന്നുള്ള കാര്യമൊക്കെ. അപ്പൊ അവരുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഹെൽത്തിനെ അതുപോലെ തന്നെ സംരക്ഷണത്തിനൂടി വേണ്ടിയിട്ടാണ്. അതുകൊണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഒരു നല്ല ലാബിന് വേണ്ട ചില എസെൻഷ്യൽ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? രണ്ടാമത് സേഫ്റ്റി ആൻഡ് ഹെൽത്ത് റെഗുലേഷൻസ്. അതിനുള്ള ചില നിയമങ്ങൾ ഉണ്ടെങ്കിൽ ആ നിയമങ്ങൾ അവിടെ കൃത്യമായിട്ട് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ പോസ്റ്റർ പോലെ എന്താ പറയാ അവിടെ സൈൻ ബോർഡ് പോലെ വെക്കുകയോ whatever it may be, എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഡിസ്പ്ലേ ചെയ്യാം. നെക്സ്റ്റ് എമർജൻസി പ്ലാൻസ് ആണ്. എമർജൻസി ഇൻ കേസ് ഓഫ് സം എമർജൻസി, അതായത് എന്തെങ്കിലും തരത്തിലുള്ള എമർജൻസി അത്യാഹിതം വന്നാൽ ലാബിനെ എഫക്ട് ചെയ്യുന്നത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സച്ച് ആസ് ഫയർ, അതായത് തീപിടുത്തം ഉണ്ടാകാം, കെമിക്കൽ സ്പില്ലേജ്, അവര് കെമിക്കൽസ് ഹാൻഡിൽ ചെയ്യുന്നു ഞാൻ പറഞ്ഞല്ലോ. ലാബിൽ പല കെമിക്കൽസ് അവർക്ക് ഉപയോഗിക്കേണ്ടി വരും. അതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് എന്താ പറയാ ഇങ്ങനെ താഴെ പോകും അല്ലെ, സ്പില്ലാകും, എന്താ പറയാ തെറിച്ച് താഴേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ അതുപോലെ തന്നെ ലാബിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡൻസ് ഒക്കെ ചെയ്താൽ അത്തരം സമയത്ത് എങ്ങനെയാണ് നമ്മൾ, അതൊക്കെ ദുരന്തമാണല്ലോ, ഡിസാസ്റ്റേഴ്സ് ആണ്. സോ ഹൗ ടു പ്ലാൻ,
അതിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യും, അതിനെ കുറിച്ചൊരു പ്ലാനിങ്, അതെന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് നേരത്തെ കുട്ടി ഉണ്ടാക്കി വെക്കുക. സെയിം ഇപ്പൊ ഏതെങ്കിലും കെമിക്കൽ സ്പില്ലേജ് ഉണ്ടായി, വാട്ട് കുഡ് ബി ഡൺ, എന്താണ് അന്നേരം ചെയ്യണ്ടേ നമ്മള്, അത് നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കണമെന്ന്. അല്ലാണ്ട് അത് എന്തോ ഉണ്ടായില്ലോ എന്താ ചെയ്തതെന്ന് പറഞ്ഞ് നമ്മള് അതിനകത്തുള്ളവരെല്ലാം കൂടി പാനിക്കായിട്ട് കാര്യമില്ല അല്ലെ. പാനിക് ആകുന്നതിനേക്കാൾ പെട്ടെന്ന് നമ്മൾ ചെയ്യേണ്ടത് എന്താ, വി ഹാവ് ടു ആക്ട് അല്ലെ. എത്രയും പെട്ടെന്ന് നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റും, ആ ആക്ഷൻ ആണ് അവിടെ വേണ്ടത്. പാനിക്കായിട്ട് നമ്മൾ ഇങ്ങനെ നിന്നാല് ഒരു കാര്യം നടക്കില്ല. സോ അങ്ങനെ നിൽക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വി ഷുഡ് മേക്ക് എ പ്ലാൻ ഫോർ ദാറ്റ്. ഡിസാസ്റ്റർ എന്താ പറയാ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റലിനെ വളരെയധികം അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡിസാസ്റ്റേഴ്സ് ഉണ്ടായാൽ. അത് പുറത്തുണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഹോസ്പിറ്റൽസിന് അകത്ത് നടക്കാം ചില ദുരന്തങ്ങൾ അല്ലെ. തീപിടുത്തമൊക്കെ ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്. പല ബിസിനസ് ഓർഗനൈസേഷനിലും തീപിടുത്തം ഉണ്ടായി, ഒരുപാട് ഗുഡ്സ് നശിച്ചു എന്നൊക്കെ കേട്ടറില്ലേ നമ്മുടെ വാർത്തകള് കേട്ടോ നിങ്ങള്. അങ്ങനെ ചില തുണിക്കടകൾക്കൊക്കെ തീ പിടിച്ചു എന്നൊക്കെ കേട്ടറില്ലേ. അപ്പൊ ഓക്കെ, അങ്ങനെ അപ്പൊ ലാബിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സിന് അതിന് എമർജൻസി പ്ലാൻസ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അത് പ്ലാൻ ചെയ്ത് വെക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലാബിനകത്ത് ആ പ്ലാനിങ് ഒക്കെ നേരത്തെ എവിടെയെങ്കിലും എഴുതി കൂട്ടിയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഇൻഫോർമേറ്റീവ് ആകുന്ന രീതിയിൽ നമ്മളത് ഇട്ട് വെക്കാം. മനുഷ്യരല്ലേ, മറന്നു പോകും എന്താ ചെയ്തണ്ടേ എന്നുള്ളത്. അപ്പൊ അതൊക്കെ അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ആ പ്ലാനിങ് ഒക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെച്ചാൽ അതൊക്കെ ഒരു നല്ല ലാബിന്റെ ലക്ഷണമാണ്. ഓക്കെ, അടുത്തത് കോൺസ്റ്റന്റ് പവർ സപ്ലൈ. ഒരു രീതിയിലും പവർ കട്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽസിന്റെ ലാബ്. ഓക്കെ, പവർ സപ്ലൈ കോൺസ്റ്റന്റ് ആയിട്ട് ഉണ്ടായിരിക്കണം, എന്ന് വെച്ചാൽ നിരന്തരം കണ്ടിന്യൂസ് ആയിട്ട് പവർ സപ്ലൈ. അപ്പൊ അവിടുത്തെ പവർ കട്ടായി പോകാൻ സാധ്യതയുണ്ട് എങ്കിൽ ഷുഡ് ബി സെലക്ടഡ് സം ഓൾട്ടർനേറ്റീവ് പവർ സപ്ലൈ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തോളണം, നേരത്തെ തന്നെ ഓഫ് വെച്ചോളണം, ഇവിടെ ഒരു ഓൾട്ടർനേറ്റീവ് പവർ സപ്ലൈ അതിന് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കണം. രണ്ടാമതൊരു മാർഗം, ഇപ്പൊ കറണ്ട് പോയാൽ നോക്കിയിരിക്കാൻ പറ്റുമോ, ഇല്ല. ലാബില് എപ്പോഴും പേഷ്യൻസ് കറണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ മറ്റൊരു എന്താ പറയാ സജ്ജീകരണം ഇല്ലായെങ്കിൽ, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പവർ സപ്ലൈ തരാനുള്ള ഒരു സജ്ജീകരണം ഇല്ല എങ്കിൽ, അറേഞ്ച്മെന്റ്സ് നടത്തിയിട്ടില്ല എങ്കിൽ അവിടെ എന്ത് ചെയ്യും, എല്ലാം അവിടെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും. ലാബ് ടെസ്റ്റുകൾ നടത്തപ്പെടുന്നില്ല, റിസൾട്ട് ഇല്ലാതെ ബാക്കി പേഷ്യൻസിന് ബാക്കിയുള്ള കെയർ കൊടുക്കാൻ പറ്റുന്നില്ല. സി അങ്ങനെ ക്ലിയർ ആയോ, മനസ്സിലായോ? കോൺസ്റ്റന്റ് പവർ സപ്ലൈ വരെ മനസ്സിലായോ? 4 പോയിന്റാ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് വൺ, വെന്റിലേഷൻ, എൻവയോൺമെന്റ് കൺട്രോൾ, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി എക്സെട്ര ആൻഡ് ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. ഇനി എന്താ പറയാ, ആവശ്യത്തിന് ലബോറട്ടറിക്കകത്ത് ആവശ്യത്തിന് നമുക്ക് എന്താ പറയാ വെന്റിലേഷൻ സൗകര്യവും അതുപോലെ തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയർ എൻവയോൺമെന്റിനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്ന വെച്ചാൽ എൻവയോൺമെന്റിലെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ഭയങ്കര ചൂടും ഈർപ്പൊക്കെ ഇങ്ങനെ തങ്ങിയൊക്കെ നിൽക്കുകയാണെങ്കിൽ അതൊക്കെ കുറച്ച് അവരുടെ ഫങ്ഷനിങ്ങിനെ ബാധിക്കും. അപ്പൊ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അറേഞ്ച്മെന്റുകൾ ചെയ്തിരിക്കണം. പിന്നെ ലൈറ്റിനിങ് അറേഞ്ച്മെന്റ്, പവർ ഒക്കെ കൂടുതൽ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പൊ ഈ എന്താ പറയാ മിന്നൽ പോലെയുള്ള കാര്യങ്ങള്, പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള സേഫ്റ്റി മെഷേഴ്സ്, ഓക്കെ, ലൈറ്റിനിങ് അറേഞ്ച്മെന്റ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്തിരിക്കണം. വെന്റിലേഷൻ, എൻവയോൺമെന്റ് കൺട്രോൾ ആൻഡ് ലൈറ്റിനിങ് അറേഞ്ച്മെന്റ്സ് പ്രോപ്പർലി ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ലാബ് എന്ന് പറയുന്നത്, ഹോസ്പിറ്റൽസിലെ ലാബ്. Then communication facility with the referral centers. Communication facility എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാനായിട്ട് ഡോക്ടർ പറഞ്ഞിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ടെസ്റ്റ് ചെയ്യുന്നു, ആ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് they have some doubts, ആ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ കഴിഞ്ഞിട്ടോ എന്തെങ്കിലും ഈ പറയുന്ന ലാബിലെ ആളുകൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ആരുമായിട്ട് റെഫർ ചെയ്യണം. എനിക്ക് എന്നെ അത് ടെസ്റ്റ് ചെയ്യാൻ തന്ന ആരാണോ, ഏത് ഫിസിഷ്യൻ ആണോ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ആണോ, ആരാണോ അത് കൊടുത്തിട്ട് അവരെ ഒന്ന് കോൾ ചെയ്യണോ അല്ലെ, വിളിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അവരുമായിട്ട്. ആ റെഫർ ചെയ്ത് വന്നേക്കുന്ന സ്ഥലം എവിടെയാണോ അവരോടുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യവും ഹോസ്പിറ്റൽസിന്റെ ലാബിൽ ഉണ്ടായിരിക്കണം അല്ലെ. ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് വെച്ചുകൊണ്ട് നമുക്കത് ആ ഒരു പ്രോസസ്സിംഗ് ക്യാരി ഓൺ ചെയ്യാൻ പറ്റുമോ, കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, പറ്റില്ല. ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടാണ്. അപ്പൊ ചിലപ്പോൾ ഡോക്ടറെ കോൺടാക്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കോൺടാക്ട് ചെയ്യേണ്ടി വരും. ആ കോൺടാക്ട് ചെയ്യാനുള്ള സൗകര്യമാണ് പറഞ്ഞത്, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് വിത്ത് റെഫറൽ സെന്റേഴ്സ്. എവിടെ നിന്നാണോ റെഫർ ചെയ്ത് വന്നിരിക്കുന്നത്, ചിലപ്പോൾ പുറത്തൊക്കെ ലാബുകൾ ഉണ്ട് അല്ലെ, ലബോറട്ടറി സർവീസ് ഹോസ്പിറ്റൽസിനകത്ത് അല്ലാതെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കും അതെ, അപ്പൊ അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്നേക്കാണ് പേഷ്യന്റിനോട് ചോദിച്ചിട്ട് വലിയ വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. അപ്പൊ എന്ത് വേണം, ഈ റെഫറൻസിനകത്ത് ഇത് ആരാണോ റെഫർ ചെയ്ത് തന്നിട്ടിരിക്കുന്നത് അവരുമായിട്ട് നമുക്കൊന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റണം. അപ്പൊ അതിനുള്ള സൗകര്യവും ഉണ്ടാക്കിയിരിക്കണം ഇതില് ലാബില്. ക്ലിയർ ആയോ, മനസ്സിലായോ പോയിന്റ്? കമ്മ്യൂണിക്കേഷൻ
Yes, next one, transport of specimen or samples to referral centers. ഇനി എന്താ, ഇനി ചിലപ്പോഴൊക്കെ നമ്മൾ എന്താ പറയാ ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന നമ്മുടെ സ്പെസിമെൻ, നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സോ അതിനാണ്, അല്ലെങ്കിൽ സാമ്പിൾസ്, ബ്ലഡ് ആണെങ്കിൽ ബ്ലഡിന്റെ സാമ്പിള്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തു നമ്മുടെ ഉള്ളിൽ എടുത്തിട്ടാണെങ്കിൽ അത് ചിലപ്പോഴൊക്കെ നമുക്ക് റെഫർ ചെയ്ത സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരും, എന്ന് വെച്ചാൽ കൊടുത്തുവിടേണ്ടി വരും അല്ലെ. അപ്പൊ അതിനുള്ള സൗകര്യം ഒരുക്കിയത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സ്പെസിമെൻ ഓർ സാമ്പിൾസ് ടു ദ റെഫറൽ സെന്റേഴ്സ്. റെഫറൽ സെന്റേഴ്സിലേക്ക് നമ്മുടെ ബോഡിയിൽ നിന്ന് എടുത്ത സാമ്പിൾസ് അല്ലെങ്കിൽ അതിന്റെ സ്പെസിമെൻസ് എന്ത് ചെയ്യണം, ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരു നല്ല ലാബിന് ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്തത് ലാബ് ഏരിയാസ് ദാറ്റ് കണ്ടെയ്ൻസ് കാർസിനോജൻസ്, റേഡിയോ ഐസോട്ടോപ്സ്, ബയോഹസാർഡ്സ് ആൻഡ് ലേസേഴ്സ് ഷുഡ് ബി കറക്റ്റ്ലി മാർക്ക്ഡ് വിത്ത് പ്രോപ്പർ വാർണിംഗ് സൈൻസ്. ഇനി ലാബിൽ ഇരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ലാബിൽ സൂക്ഷിച്ചിരിക്കുന്ന പല കാർസിനോജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻസറിന് സാധ്യതയുള്ളതല്ല, എന്താ പറയുക, അർബുദജനകം എന്ന് വെച്ചാൽ ക്യാൻസർ ഉണ്ടാക്കാൻ എന്താ പറയാ കാരണമാകുന്ന ചില കെമിക്കൽസ് ആണ്, ക്യാൻസറിന് കാരണമാകുന്ന ചില കെമിക്കൽസ്, അങ്ങനെയുള്ള വസ്തുക്കള്, റേഡിയോ ഐസോട്ടോപ്സ്, അതൊക്കെ നമ്മുടെ ലാബിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എന്താ പറയാ ബയോഹസാർഡ്സ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഭയങ്കര അപകടകാരികളായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയാസോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പലതിനും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. ലേസർ ഐസോട്ടോപ്സ് ഒക്കെ, ലേസർ രശ്മികളൊക്കെ. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് അതിന്റെ കണ്ടെയ്നേഴ്സിൽ കൃത്യമായി മാർക്ക് ചെയ്ത്, അതുപോലെ തന്നെ എവിടെയാണോ അത് സൂക്ഷിക്കുന്നത് അതിനും കൃത്യമായിട്ട് വാർണിംഗ് സൈൻസ്, ആ സ്ഥലത്തേക്ക് പോകരുത്, അവിടെ ഇന്ന സാധനം സൂക്ഷിച്ചിരിക്കുകയാണ്, അത് അതിന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള വാർണിംഗ് സൈൻസ്, സൈൻ ബോർഡുകൾ തന്നെ വാൺ ചെയ്യുന്ന, മുന്നറിയിപ്പ് നൽകുന്ന രീതിയിലും കൃത്യമായിട്ട് അത്തരം ഏരിയ കൃത്യമായിട്ട് വാർണിംഗ് ഏരിയ ആയിട്ട് കൊടുത്തിരിക്കണം. മനസ്സിലായോ? അപ്പോ ലാബ് ഏരിയാസ് ദാറ്റ് കണ്ടെയ്ൻ കാർസിനോജൻസ്, റേഡിയോ ഐസോട്ടോപ്സ്, ബയോഹസാർഡ്സ് ആൻഡ് ലേസേഴ്സ് ഷുഡ് ബി കറക്റ്റ്ലി മാർക്ക്ഡ്. കൃത്യമായി അത്തരം ഏരിയ മാർക്ക് ചെയ്യണം. അതിന്റെ ഇന്ന സ്ഥലത്ത് കാർസിനോജൻസ് എന്ന് പറയുന്ന ആ സാധനം സൂക്ഷിക്കുന്ന സ്ഥലമാണ്, അപ്പൊ അവിടേക്ക് അധികം ആളുകൾ പോകണം, അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇന്ന രീതിയിൽ ചെയ്യണം. അങ്ങനെയുള്ള വാർണിംഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. ക്ലിയർ ആയോ? പോയിന്റ് മനസ്സിലായോ? Yes, next one, to eschew cross-contamination, the basic infrastructure facilities should have separated designated areas for reception, for specimen collection, for waiting, work area, disposal area, cleaning of glass, pairs, toilet facilities for staff and for patient. ഇനി എന്താ, ഇനിയും അവിടെ പല രീതിയിലുള്ള എന്താ പറയാ രോഗ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പകരാനൊക്കെയുള്ള സാധ്യതയുള്ള സ്ഥലമാണ്. കാരണം ടെസ്റ്റുകൾ നടത്തുകയാണല്ലോ. അപ്പൊ നമ്മളുടെ പല സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർക്ക് ക്രോസ് കണ്ടാമിനേഷൻ നടത്തുന്നു. അതായത് രോഗ വിവരമൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള പല ടെസ്റ്റുകളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെ സെപ്പറേറ്റ് ഏരിയാസ് കൃത്യമായിട്ട് വേണം. ഓരോന്നിനും പർട്ടിക്കുലർ ഏരിയാസ് വേണം. എന്ന് വെച്ചാൽ ഈ സാധനം ഒരാളുടെ മെഡിസിൻ എന്താ പറയാ, ഇപ്പൊ യൂറിൻ ടെസ്റ്റ് ചെയ്യണം, അപ്പൊ ഒരാൾ യൂറിൻ കൊണ്ട് തന്നു, അത് വാങ്ങിക്കാനുള്ള ഒരു സ്ഥലം, പിന്നെ അതൊക്കെ വാങ്ങിച്ചിട്ട് എവിടെയാണ് എല്ലാം കൂടി കളക്ട് ചെയ്ത് വെക്കുന്നത് അതിനുള്ള സ്ഥലം, പിന്നെ അവരോട് വെയിറ്റ് ചെയ്യാൻ ടെസ്റ്റ് ചെയ്തിട്ട് വേണമല്ലോ റിസൾട്ട് കൊടുക്കുക, അപ്പൊ വെയിറ്റ് ചെയ്യാനുള്ള സ്ഥലം, അവർക്ക് വർക്ക് ചെയ്യാനുള്ള സ്ഥലം, ലാബിലെ ആളുകൾക്ക് വർക്ക് ചെയ്യാനുള്ള സ്ഥലം, പിന്നെ അത് ഡിസ്പോസ് ചെയ്യാനുള്ള സ്ഥലം, വേണ്ടാത്ത സാധനം ബാക്കിയുള്ളത് കളയണം അല്ലെ, ഉപയോഗിച്ച സാധനം ബാക്കി കളയണം. പിന്നെ അവിടുത്തെ അവരുപയോഗിച്ച എന്തൊക്കെ യൂട്ടൻസിൽസ്, ചിലപ്പോ ചെറിയ ചെറിയ കുപ്പിയിലൊക്കെ യൂറിനെടുക്കാൻ വേണ്ടി കൊടുക്കില്ലേ, അങ്ങനത്തെ കുപ്പികളോ മറ്റേതെങ്കിലും തരത്തിലുള്ള ടെസ്റ്റ് ട്യൂബുകളോ ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത അങ്ങനത്തെ ഗ്ലാസ് വെയർസ്, പൊട്ടുന്ന ചില്ലു പാത്രങ്ങളൊക്കെ ഉണ്ട്, അങ്ങനത്തെ സാധനങ്ങൾ, അതൊക്കെ ക്ലീൻ ചെയ്യാനുള്ള സ്ഥലം. പിന്നെ ടോയ്ലറ്റ് ആർക്കൊക്കെ പേഷ്യൻസിന് യൂറിനൊക്കെ എടുക്കണമെങ്കിൽ അവർക്ക് ടോയ്ലറ്റ് വേണം, കാണിച്ചു കൊടുക്കുക. ടോയ്ലറ്റ് ഫോർ പേഷ്യൻസ് ആൻഡ് ഓൾസോ ഫോർ സ്റ്റാഫ്, അവർക്കും ഇവർക്ക് വേറെ ആയിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ, കാരണം അവര് ഉപയോഗിക്കുന്നതോടത്ത് സ്റ്റാഫുകളെ ഉപയോഗിക്കാതിരിക്കാനാണ് കുറച്ചുകൂടി നല്ലത്. കാരണം നമുക്കറിയാം ഡിസീസസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പെട്ടെന്ന് പകരാനൊക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇത് രോഗികളാണല്ലോ. ഓക്കെ, ഇതിന്റെ അകത്തുള്ള ജോലിക്കാർക്ക് ഇനി രോഗം വന്നാല് അത് കുറച്ചുകൂടി വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിന് ഡിഫറെന്റ് ഡെസിഗ്നേഷൻ ഏരിയ വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓരോന്നും പർട്ടിക്കുലർ ഈ സ്പെസിമെൻ കളക്ട് ചെയ്യാൻ വാങ്ങിക്കാൻ ഒരു സ്ഥലം, അത് കളക്ട് ചെയ്ത് വെക്കാൻ, പിന്നെ അത് അതിന്റെ ബാക്കിയുണ്ടെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യാൻ, പിന്നെ പേഷ്യൻസിനും സ്റ്റാഫിനും ഒക്കെ സെപ്പറേറ്റ് ടോയ്ലറ്റ്സ്, പിന്നെ ഗ്ലാസ് വെയർസ് ഒക്കെ, ഗ്ലാസ് പാത്രങ്ങളൊക്കെ, ചില്ല് പാത്രങ്ങളൊക്കെ കഴുകാനും ക്ലീൻ ചെയ്യാനൊക്കെ ഒരു സ്ഥലം, അങ്ങനെ വെയിറ്റിംഗ് ഏരിയ, വർക്ക് ഏരിയക്കൊക്കെ പ്രത്യേകം സ്ഥലങ്ങള് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഉണ്ടാകണം. എന്നാലാണ് നമുക്ക് ഈ രോഗങ്ങളൊക്കെ തടയാൻ, ഒരു പരിധി വരെയൊക്കെ അത് പകരാതിരിക്കാനൊക്കെ നമുക്ക് സഹായിക്കും. ലാബിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം. ക്ലിയർ ആയോ?
തോന്നിയ പോലെ അലസമായിട്ടൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു, ഒരാളുടെ വാങ്ങിച്ചു, അടുത്ത ആളുടെ വാങ്ങിച്ചു, ഇതെല്ലാം കൂടി അതേ കൈ കൊണ്ട് അല്ലെങ്കിൽ ഗ്ലൗസോ അല്ലെങ്കിൽ മറ്റു എക്യുപ്മെന്റ്സ് ഒക്കെ എന്താണോ സേഫ്റ്റിക്ക് വേണ്ടി ഇടേണ്ട അതൊന്നും ഉപയോഗിക്കാതെ അലസമായിട്ടൊക്കെ അങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നു വെച്ചു. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ പോയിന്റ്? യെസ്. Specimen or sample or slide storage facility, including cold storage, wherever applicable, only authorized personnel should have to access examination area, record keeping areas. ഇനി നമ്മളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സ്പെസിമെൻ, സാമ്പിള് അല്ലെങ്കിൽ മറ്റേ ഈ സ്ലൈഡിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി അവർ വെക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ല, പിള്ളേർക്കൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സ്ലൈഡ് പോലത്തെ സാധനമുണ്ട്, അതിൽ ഇങ്ങനെ വെച്ചിട്ടാണ് മൈക്രോസ്കോപ്പിക് സ്റ്റഡി ഒക്കെ നടക്കുന്നത്. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഫെസിലിറ്റി. ചിലതൊക്കെ നമുക്ക് കോൾഡ് സ്റ്റോറേജിൽ വെക്കേണ്ടി വരും, തണുത്ത എന്താ പറയാ തണുപ്പിക്കാൻ, അല്ലെങ്കിൽ അത് മോശമായി പോകാൻ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. അപ്പൊ അത് കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അതും വേണം. ഇനി മാത്രമല്ല ഈ പറയുന്ന ഏരിയാസിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ വെക്കുന്നോണ്ട് അല്ലെങ്കിൽ അതിൻ്റെതായ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്നോണ്ട് വളരെ എന്താ പറയാ ഓതറൈസ്ഡ് ആയിട്ടുള്ള അധികാരപ്പെട്ട ജോലിക്കാർ മാത്രമേ അതിന്റെ അടുത്തേക്കൊക്കെ പോകാൻ പാടുള്ളൂ. ഇന്നത് ഞാൻ ചെയ്യേണ്ടതാണ്, അതെന്റെയാണ്, ഞാൻ ചെയ്യേണ്ട ജോലിയാണെങ്കിൽ ഞാൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എല്ലാവരും കയറി അതൊക്കെ ചെയ്യാൻ പാടില്ല. അതെവിടെയാണ് കളക്ട് ചെയ്ത് വെച്ച് മാറിപ്പോകാൻ പാടില്ല. കാരണം ഇതൊക്കെ കൃത്യമായിട്ട് ഓരോ പേഷ്യൻസിന്റെയാണ്. എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് ആർക്കെങ്കിലും റിസൾട്ടേക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഓരോരുത്തരുടെയാണ് അപ്പൊ കളക്ട് ചെയ്ത് ഇങ്ങനെ ഓരോ കൃത്യമായിട്ട് അവർ വെച്ചെടുക്കുന്ന ഓരോ പേരുകളും അനുസരിച്ച് അല്ലെ. ഇപ്പൊ ഒരു യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു, അപ്പൊ തന്നെ അവരത് കുപ്പിയിൽ എഴുതി വെക്കും, ഇന്നാളുടെ അല്ലെ ഇത് എഴുതി വെക്കും. അതിന്റെ താഴെ ഒരു സ്ലിപ്പിൽ എഴുതി അത് ഈ കുപ്പിയുടെ താഴെ ഒരു വെച്ചേക്കും. മാറിപ്പോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ എല്ലാവരും കൂടി ചെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വെച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ തിരിഞ്ഞ് മറിഞ്ഞൊക്കെ പോകും. അപ്പൊ അവസാനം പിന്നീട് ഇതൊക്കെ ആരുടെയാ അല്ലെ. അപ്പൊ അങ്ങനെയൊന്നും പാടില്ല, അതൊന്നും ചെയ്യുന്നില്ല, അത് ജസ്റ്റ് പറഞ്ഞു മാത്രം പറഞ്ഞപ്പോ. അപ്പൊ അങ്ങനെയുള്ള സാമ്പിൾസ്, സ്പെസിമെൻസ്, ഇതുപോലെയുള്ള സ്ലൈഡുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ട് ഒരു ഏരിയ അത് കൊടുക്കുക. ആൻഡ് ഓൾസോ ഇഫ് നെസസറി കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി വേണമെങ്കിൽ അതും പ്രൊവൈഡ് ചെയ്യാം. ഓതറൈസ്ഡ് പേഴ്സണൽസ് മാത്രം അത്തരം ഏരിയയിൽ പോകുക, അത് എക്സാമിൻ ചെയ്യുക. ക്ലിയർ? മനസ്സിലായോ? Okay, so these are the important things which have to be kept in mind if designing a laboratory or a good laboratory. നല്ല laboratory design ചെയ്ത് ഇത്തരം കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടായിരുന്നു. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി മാർക്ക് ചെയ്യേണ്ട ഒരു സെന്റൻസ് കൂടി ഉണ്ട് കേട്ടോ, ഞാൻ പറയാം. ലാസ്റ്റ് സെന്റൻസ് ആണ് സ്പെസിമെൻ ഓർ സാമ്പിൾസ്. ആ ഒരു സെന്റൻസ് ഫുൾ അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, അടുത്ത് പറയട്ടെ. ഓക്കെ, യെസ്. അടുത്തത് ലെവൽ ഓഫ് ലബോറട്ടറീസ്. ലെവൽ എന്ന് പറഞ്ഞാൽ ലബോറട്ടറിയുടെ തലങ്ങളാണ്. ഏതൊക്കെ തരത്തിലുള്ള ലബോറട്ടറി, മെഡിക്കൽ ലബോറട്ടറീസ് ഉണ്ടെന്നാണ് അക്കോർഡിംഗ് ടു NABL. NABL പ്രകാരം എന്താണ് NABL കേട്ടിട്ടുണ്ടല്ലോ, എവിടെ കണ്ടൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നേരത്തെ ഏതെങ്കിലും ചാപ്റ്റേഴ്സിൽ വന്നിട്ടുണ്ടാകണമല്ലോ. NABL അക്രഡിറ്റേഷൻ ഒരു ചാപ്റ്റർ കഴിഞ്ഞോ? ഇല്ലാന്ന് തോന്നുന്നു അല്ലെ, കഴിഞ്ഞിട്ടാവില്ല. പിന്നെ NABL ഫോൺ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ അന്നേരം എഴുതിയാൽ മതി. ഇപ്പൊ ഞാൻ വെറുതെ പറയാം. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്, അതാണ് NABL. അതായത് നമ്മളുടെ ലാബിലുള്ള സാധനങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് അതൊക്കെ കൃത്യമാണ്, ടെസ്റ്റ് ചെയ്തതൊക്കെ കൃത്യമാണ്, ടെസ്റ്റിംഗ് രീതിയൊക്കെ കൃത്യമാണ് എന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തുന്ന ഒരു എന്താ പറയാ ഓർഗനൈസേഷൻ ആണ്. അതായത് നാഷണൽ, ദേശീയപരമായിട്ടുള്ള തരത്തില് അക്രഡിറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന രീതിയിലുള്ള ടെസ്റ്റുകളൊക്കെ നടത്തുന്നു. അതിന് നമുക്ക് ഒരു ഉറപ്പ്, അതായത് നമുക്കൊരു എന്താ പറയാ, അതിന് മലയാള അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇപ്പൊ നമുക്ക് എന്താ പറയാ റെക്കഗ്നീഷൻ കിട്ടുക, അംഗീകാരം അല്ലെ, അംഗീകരിച്ച് കിട്ടണം ഇന്ന കാര്യം, അത് ഓക്കെ, അത് കറക്റ്റ് ആണ് എന്നുള്ളതിന് അങ്ങനെയുള്ള അംഗീകാരങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ നമ്മളുടെ ഏതൊക്കെ രീതിയിലാണ് അങ്ങനെ അംഗീകാരങ്ങൾ വരുന്നത് മെഡിക്കൽ ലബോറട്ടറീസിന്, അത് താഴെ പറയുന്ന 4 രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നടക്കുന്ന ഓപ്പറേഷൻസ്, അവിടുത്തെ സർവീസസ്, ഇൻക്ലൂഡിംഗ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടറിലായിക്കോട്ടെ, പ്രൈവറ്റ് സെക്ടറിൽ ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരുപോലെയാണ്
ഒരു മെഡിക്കൽ ലാബിലുള്ള ഈ പറയുന്ന 4 രീതിയിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ലാബിനെ. എന്തൊക്കെയാന്ന് നോക്കാം നമുക്ക്. ഒന്നാമത്തെ സ്മോൾ സൈസ്ഡ്, ചെറിയ രീതിയിലുള്ള ലബോറട്ടറി ഡിസൈൻ ചെയ്തിരിക്കുന്നത് 4 ലെവലായിട്ടാണ്. 4 അല്ല, പക്ഷെ ഇവിടെ ഒരു 5 എണ്ണം കൊടുത്തിട്ടുണ്ട്. അത് അതിനകത്ത് പെടുന്നതല്ല, പക്ഷെ ഒരു വേറെ രീതിയിലുള്ളതാണ് കേട്ടോ. അത് നിങ്ങൾ അതിനകത്ത് പെടുന്നതല്ല. നോക്കാം, നമുക്കത് പറയുമ്പോൾ മനസ്സിലാവുള്ളൂ. സ്മോൾ സൈസ്ഡ് ലബോറട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ ഒരു ലാബില് if they are receiving a sample of up to 100 patients per day, ഒരു ദിവസത്തില് ഏകദേശം ഒരു 100 വരെ, 100നെക്കാളും കൂടുതലല്ല, 100 വരെ സാമ്പിൾസ് ഒരു ദിവസം ആ ലാബിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത്തരം ലാബുകളെയാണ് നമ്മൾ സ്മോൾ സൈസ്ഡ് ലാബ് എന്ന് വിളിക്കുക. അപ്പൊ ഈ ലാബുകളുടെ പ്രധാനപ്പെട്ട ചില ലെവലുകളാണ് ഈ പറയുന്നത്. അതിൽ ഒന്നാമത്തേത് സ്മോൾ സൈസ്ഡ്. അത്തരം ലാബിൽ എന്തുണ്ടാവുള്ളൂ? അപ് ടു 100 എന്ന് വെച്ചാൽ 100ൽ കൂടുതലില്ല. ഒരു ദിവസത്തില് 100 വരെ എന്താ പറയാ സാമ്പിൾസ് റിസീവ് ചെയ്യുന്ന ലാബുകളെയാണ് നമ്മൾ സ്മോൾ സൈസ്ഡ് ലാബ്സ് എന്ന് വിളിക്കുക. അപ് ടു 100 ഉള്ളൂ. മനസ്സിലായോ? സ്മോൾ സൈസ്ഡ് അതൊരു തരം, അതൊരു ലെവൽ ഓഫ് ലബോറട്ടറി ആണ്. മനസ്സിലായില്ല? ഉണ്ടല്ലോ? ഓക്കെ, മനസ്സിലായി. ജാസ്മിൻ മനസ്സിലായോ? ജാസ്മിൻ ഇടയ്ക്കിടയ്ക്ക് തമ്പിടുന്ന ആളാണ് തോന്നുന്നു. ജാസ്മിനെ വിളിച്ച കണ്ടില്ല തമ്പ്. ജാസ്മിൻ പോയോ? ഓക്കെ. അപ്പൊ അതാണ് 100 വരെ, 100 വരെ പേഷ്യൻസിൽ നിന്ന് ഈ പറയുന്ന പോലെ സാമ്പിൾസ് കളക്ട് ചെയ്യുന്നുണ്ട് ഒരു ദിവസത്തിലാണ്. ഒരു ദിവസത്തിൽ കേട്ടോ 100 വരെയാണെങ്കിൽ അതിനെ സ്മോൾ സൈസ്ഡ് ലാബ് എന്ന് വിളിക്കും. അടുത്തത് മീഡിയം സൈസ്ഡ് ആണ്. അതിനകത്ത് ഇഫ് ദേ റിസീവ് ലാബ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലെ ലാബ് എവിടെയാണെങ്കിലും 101 മുതൽ, അതായത് 100 കൂടി അപ് ടു എവിടെ വരെയുള്ളൂ 400 വരെ ഒരു ദിവസം ലാബില് സാമ്പിൾസ് അതുപോലെ തന്നെ സ്പെസിമെൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അത്തരം ലാബിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മീഡിയം സൈസ്ഡ് ലാബ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? മീഡിയം സൈസ്ഡ്. 101 മുതൽ 400 വരെയാകാം. അങ്ങനെ 100 അല്ല, 100 കൂടി ഏകദേശം ഒരു 400ന്റെ ബിറ്റ്വീനിലാണ് വരുന്നതെങ്കിൽ, നമ്പർ ഓഫ് പേഷ്യൻസ് ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന പേഷ്യൻസ് വരികയാണെങ്കിൽ അതിനെ നമ്മൾ മീഡിയം സൈസ്ഡ് ലാബ് എന്ന് വിളിക്കുക. അടുത്തത് ലാർജ് സൈസ്ഡ് ആണ്. ലാർജ് സൈസ്ഡിനകത്ത് 401, 400 അല്ല, 400ൽ കൂടുതലും ടെസ്റ്റുകൾ ഒരു ദിവസം വരുന്നുണ്ട്. പക്ഷെ ഒരു മാക്സിമം ലിമിറ്റ് 1000 വരെ. 1000 വരെയാണെങ്കിൽ അതിനെ ലാർജ് സൈസ്ഡ് ലാബ് കൊടുക്കും. 401 മുതൽ 1000 വരെയുള്ള പേഷ്യൻസിൽ നിന്ന് ഒരു ദിവസം സാമ്പിൾസ് റിസീവ് ചെയ്യുന്ന ലാബുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാർജ് സൈസ്ഡ് ലാബ്. ആൻഡ് വൺസ് അഗെയിൻ ഒരെണ്ണകൂടി ഉണ്ട്, വെരി ലാർജ് സൈസ്ഡ് ഉണ്ട്. വെരി ലാർജ് ആണ്, കുറച്ചുകൂടി അധികം വലുതാണ്. വലുതല്ല, അധികം വലുതാണ്. അതെത്രയാണ്? അബവ് 1000. ഒരു ദിവസത്തില് 1000ൽ കൂടുതൽ ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് സ്പെസിമെൻസ് അല്ലെങ്കിൽ സാമ്പിൾസ് കളക്ട് ചെയ്യുന്ന റിസീവ് ചെയ്യുന്ന ലാബിനെയാണ് നമ്മൾ വെരി ലാർജ് സൈസ്ഡ് ലാബ് എന്ന് വിളിക്കുക. മനസ്സിലായോ? അപ്പൊ ഇതാണ് 4 ലെവൽസ്: സ്മോൾ സൈസ്ഡ്, മീഡിയം സൈസ്ഡ്, ലാർജ് സൈസ്ഡ് ആൻഡ് വെരി ലാർജ് സൈസ്. മനസ്സിലായോ? ഇനി വേറൊരു രീതിയിലുള്ള ലാബും ഉണ്ട്. അത് ഹോസ്പിറ്റൽസിലെ അകത്തല്ലാതെ തന്നെയുള്ള ലാബുകളാണ്. മൾട്ടിപ്പിൾ ലൊക്കേഷൻ ലാബ് ഉണ്ട്. മൾട്ടിപ്പിൾ ലൊക്കേഷൻ ലാബ് അത് വേറെ രീതിയാണ്. മറ്റേ സൈസിന്റെ അടിസ്ഥാനത്തിൽ എന്താ പറയാ നമ്പർ ഓഫ് പേഷ്യൻസ് വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റേ 4 വന്നേക്കുന്നത്. മനസ്സിലായി? ഇപ്പൊ ആളുകളുടെ എണ്ണം വന്ന നമുക്ക് എന്താ പറയാ സ്പെസിമെൻ അല്ലെങ്കിൽ സാമ്പിൾ തരുന്ന പേഷ്യൻസിന്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പറഞ്ഞത്. ഏതൊക്കെ? സ്മോൾ സൈസ്ഡ്, മീഡിയം സൈസ്ഡ്, ലാർജ് സൈസ്ഡ് ആൻഡ് വെരി ലാർജ് സൈസ്ഡ്. അതേസമയം മൾട്ടിപ്പിൾ ലൊക്കേഷൻ ലാബ് ഉണ്ട്. അതെന്താ? ഒരു ലബോറട്ടറി എന്ന് വെച്ചാൽ അവരുടെ സെയിം ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെയിം ആയി നടത്തുന്ന ഒരു ലബോറട്ടറിക്ക് കൂടുതൽ എന്താ പറയാ ബ്രാഞ്ചസ് പോലെ ഒരു ലൊക്കേഷനിലെ പല സ്ഥലങ്ങളിൽ പല ഡിസ്ട്രിക്റ്റിലൊക്കെ ഉണ്ടാകുക. ഇപ്പൊ ഈ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ഒരു ലാബ് ഉണ്ട്. അവരുടെ അതേ സിമിലർ ആയിട്ടുള്ള ലീഗൽ എല്ലാം ഐഡന്റിറ്റി ഒക്കെ ഒരേപോലെയുള്ള മറ്റൊരു ലാബ് അവര് വേറെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ തുടങ്ങി. കണ്ടോ? അപ്പൊ മൾട്ടിപ്പിൾ ലൊക്കേഷൻ ലാബാണ്. ഇതേ ലാബിനാണ് മറ്റൊരു ബ്രാഞ്ച് പോലെയൊക്കെ വേറെ സ്ഥലത്ത് ഉണ്ടാകുക, വേറെ ഡിസ്ട്രിക്ട്സിലൊക്കെ ഉണ്ടാകുക. അതിനെ മൾട്ടിപ്പിൾ ലൊക്കേഷൻ ലാബ് എന്നും വിളിക്കും. ക്ലിയർ ആയോ? ഇത് ആളുകൾ വരുന്ന പേഷ്യൻസിന്റെ അടിസ്ഥാനത്തിലല്ല, അതുകൊണ്ടാണ് അത് വേറെ ആയിട്ട് കൊടുത്തേക്കണേ. ക്ലിയർ? മറ്റേത് പേഷ്യൻസ് വരുന്ന നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് ആ 4 സൈസിൽ നിന്ന് 4 ലെവൽസ് എന്ന് പറഞ്ഞേക്കണേ. ഇത് ആ ഗ്രൂപ്പിൽ പെടില്ല. ബിക്കോസ് ഇത് പല സ്ഥലത്താണ് ഒരേ സിമിലർ. ഇപ്പൊ ഒരു എന്താ പറയാ അങ്ങനത്തെ ഒരുപാടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലാബുകളുടെ പേര് വരുന്നില്ല, മെഡിക്കൽ ഷോപ്പിന്റെ പേര് തന്നെ അല്ലെ. ചില ലാബുകൾ DNCO DDCO അങ്ങനെ ഒരു ലാബ് ഉണ്ട്. അത് പല സ്ഥലങ്ങളിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് അതിന്റെ ഐഡന്റിറ്റി ഒക്കെ ഒന്ന് തന്നെ, പക്ഷെ പല ഡിസ്ട്രിക്ട്സിലാണ് അത് തുടങ്ങിയിരിക്കുന്നത്. DDRC ഓക്കെ എന്തെന്ന് തോന്നണം.
അങ്ങനെ DD വെച്ചിട്ട് ഞാനും കേട്ടിട്ടുണ്ട് അങ്ങനത്തെ കുറച്ചെണ്ണം. ഓക്കെ, അപ്പൊ മനസ്സിലായോ? ഈ 5 എണ്ണം ഇമ്പോർട്ടന്റ് ആണ്. 5 എണ്ണത്തിന്റെ അടിയിൽ നിന്ന് വരച്ചു വെച്ചേക്കാം. സ്മോൾ സൈസ്, മീഡിയം സൈസ്, ലാർജ് സൈസ്, വെരി ലാർജ് സൈസ് ആൻഡ് മൾട്ടിപ്പിൾ ലൊക്കേഷൻ ലാബ്. 5 എണ്ണം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കും കേട്ടോ. അടുത്ത് പറഞ്ഞോട്ടെ, എക്യുപ്മെന്റ് പറഞ്ഞോട്ടെ. ഇതൊക്കെ സിമ്പിൾ ആണ്, വെറുതെ വായിച്ചു നോക്കി ഇങ്ങനെ വിടാവുന്നതേ ഉള്ളൂ നിങ്ങൾക്കും. ഓക്കെ, യെസ്. അടുത്തത് എക്യുപ്മെന്റ്സ് ആണ്. സി, നമുക്കറിയാം ലാബ് കണ്ടെയ്ൻസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്യുപ്മെന്റ്സ് ഫോർ ദെയർ പർപ്പസ് അല്ലെ. ഓരോ ലാബിന്റെ ഫുൾ ഫോം പറയാം. ഞാൻ പറയാം. അപ്പൊ ഓരോ ലാബിലും കുറച്ച് കൂടുതലുണ്ടല്ല, ഇതിലൊരു സമയം പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓരോ ലാബിലും there should be some equipments. ഇഷ്ടംപോലെ എക്യുപ്മെന്റുകൾ ആവശ്യമുള്ള ഒരു സ്ഥലമാണ് പല പല കാര്യങ്ങൾക്ക്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈക്രോസ്കോപ്പ് വേണം, എന്താ പറയാ, അവർക്ക് പല ടെസ്റ്റുകൾ നടത്താനുള്ള പല ഉപകരണങ്ങൾ ഇത് വാങ്ങിച്ച് കളക്ട് ചെയ്യാൻ അല്ലെ. പല ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ബ്ലഡ് കളക്ട് ചെയ്തോ എന്തെങ്കിലും സാധനത്തിൽ സ്റ്റോർ ചെയ്തിരിക്കണം. അങ്ങനെ ഫോർ പ്രോപ്പർ ഫംഗ്ഷനിങ് ഓഫ് എ ലാബ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്യുപ്മെന്റ്സ് ആണ് വേണ്ടത്. തീർച്ചയായിട്ടും പ്രോപ്പർ ആയിട്ട് ലാബ് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ആവശ്യം വേണ്ട കുറെ എക്യുപ്മെന്റുകളൊക്കെ വേണം അല്ലെ. അപ്പൊ അതിനകത്ത് ആ എക്യുപ്മെന്റ്സിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ഹാർഡ്വെയർ ആൻഡ് ഓൾസോ സോഫ്റ്റ്വെയർ. അപ്പൊ ആ ടെസ്റ്റുകൾ നടത്തണമെങ്കിൽ എന്ത് വേണം? ഹാർഡ്വെയർ ആയിട്ടുള്ള എക്യുപ്മെന്റ്, ദാറ്റ് മീൻസ് ഫിസിക്കൽ കാണാൻ പറ്റുന്നത്, മൈക്രോസ്കോപ്പ്, അവിടെ ഉപയോഗിക്കുന്ന യൂട്ടൻസിൽസ്, ഗ്ലാസ് വെയേഴ്സ്, ചില്ലുമുകിന്റെ പല സാധനങ്ങൾ അല്ലെ. അപ്പൊ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സും അത് നമുക്ക് കാണാൻ പറ്റുന്നത്, അതിനെയാണ് നമ്മൾ ഹാർഡ്വെയർ എക്യുപ്മെന്റ്സ് വിളിക്കുക. ആൻഡ് ഓൾസോ എന്തും വേണം ലാബില്? സോഫ്റ്റ്വെയർ എക്യുപ്മെന്റ്സ് വേണം. അതായത് സോഫ്റ്റ്വെയർ ഈ ടെസ്റ്റുകളൊക്കെ നടത്തുന്നതിന് നമ്മുടെ സിസ്റ്റത്തിന്റെ സഹായം ആവശ്യമുണ്ട് അല്ലെ. കമ്പ്യൂട്ടറിനകത്ത് പല സോഫ്റ്റ്വെയറുകൾ നമ്മൾ നോക്കി മനസ്സിലാക്കിയിട്ടൊക്കെ ആയിരിക്കും അത് ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അത് വേണം. പിന്നെ ഓൾസോ മെഷറിംഗ് സിസ്റ്റം, ഈ ടെസ്റ്റ് ഒക്കെ ചെയ്തതിന്റെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള കണക്കൊക്കെ നോക്കാൻ. കണക്ക് എന്ന് പറഞ്ഞാൽ എത്ര രൂപ വരും എന്നല്ല കേട്ടോ, ഇതിന്റെ ഒരു റീഡിങ്സ് ഒക്കെ. ചിലപ്പോ എന്താ പറയാ, ഇപ്പൊ ഷുഗർ, പ്രഷർ അല്ലെങ്കിൽ അങ്ങനത്തെ അല്ലെങ്കിൽ തൈറോയിഡ് ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് മെഷർ ചെയ്യണം അല്ലെ. എത്രയുണ്ട്, ഏത് അളവിലാണ്, അതില് നോർമൽ അളവ് എത്രയാണ്, അതിലെ ഹയർ ലെവൽ എത്രയാണ്, മാക്സിമം അല്ലെ, മിനിമം ലെവൽ എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് ആ സിസ്റ്റം. പിന്നെ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ പേഷ്യൻസ് അവരുടെ വിവരങ്ങളും മറ്റൊക്കെ അവർക്ക് നടത്തിയ ടെസ്റ്റുകളൊക്കെ കറക്റ്റ് ആയിട്ട് സേവ് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ വേണ്ട ഒരു IT സംവിധാനം ഹോസ്പിറ്റൽസിന്റെ ലാബിനകത്തും ഉണ്ടായിരിക്കും. എന്ത്? ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം. സോ ഇതിനകത്തെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റും. സോ ഇതെല്ലാം ഹോസ്പിറ്റലിന്റെ ലാബിനകത്തുള്ള എക്യുപ്മെന്റുകളാണ്. അപ്പൊ നമ്മൾ അണ്ടർലൈൻ ചെയ്യണം ഫസ്റ്റും സെക്കൻഡ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഈച്ച് ലബോറട്ടറി ഷുഡ് അറേഞ്ച് എ ലിസ്റ്റ് ഓഫ് എക്യുപ്മെന്റ് നീഡഡ് ഫോർ ഫംഗ്ഷനിങ് ഓഫ് ദ ലബോറട്ടറി ഡിപ്പെൻഡിങ് അപ്പോൺ ദ കൈൻഡ് ഓഫ് ടെസ്റ്റ് പെർഫോം. എന്തൊക്കെ തരത്തിലുള്ള ടെസ്റ്റുകൾ നമ്മൾ ലാബിൽ നടത്തുന്നുണ്ടോ അതിനനുസൃതമായ രീതിയിൽ എക്യുപ്മെന്റുകൾ എല്ലാ ലാബിലും ആവശ്യമുണ്ട്. ഈ എക്യുപ്മെന്റുകൾ കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാ? ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇൻസ്ട്രുമെന്റ്സ്, മെഷറിംഗ് സിസ്റ്റംസ് ആൻഡ് ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. കുറെ ഇങ്ങനത്തെ പോയിന്റുകളാണ്, അതുകൊണ്ടാണ് പോയിന്റ് വായിക്കുന്നത്. നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാനും പറ്റുമല്ലോ. അപ്പൊ എന്തൊക്കെ എന്തൊക്കെ എക്യുപ്മെന്റുകളാണ് വേണ്ടത്? ഇനി എക്യുപ്മെന്റുകളെ കുറിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, എക്യുപ്മെന്റ് ഷുഡ് ബി ചൂസൺ to meet the requirements of the laboratory with regard of the design and capacity. ഓരോ ഹോസ്പിറ്റൽസിലെ ലാബില് അവരുടെ ലാബിന്റെ ഡിസൈൻ എന്താണ്, ഏത് രീതിയിലുള്ള ലാബാണ്, എന്താണ് അതിന്റെ കപ്പാസിറ്റി, ഇതിനനുസരിച്ച് ആ ലാബില് എന്ത് വേണം? എക്യുപ്മെന്റുകൾ വാങ്ങിക്കണം, അത് ചൂസ് ചെയ്യണം. മനസ്സിലായോ? എന്ന് വെച്ചാൽ നമ്മുടെ ലാബ് ഇന്നതാണ്, ഈ ലാബിന്റെ ഡിസൈൻ ഇങ്ങനെയാണ്, അപ്പൊ അതിനകത്ത് വെക്കാൻ പറ്റണം. ആ ലാബില് നമുക്ക് എന്താ പറയാ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ അതിന്റെ കപ്പാസിറ്റി, ആ ലാബിന്റെ കപ്പാസിറ്റി നോക്കണം. അതനുസരിച്ച് മാത്രമേ എക്യുപ്മെന്റുകൾ നമ്മൾ ചൂസ് ചെയ്യാനും വാങ്ങിക്കാനും പാടുള്ളൂ. അത് ഒന്നാമത്തെ കാര്യം. ക്ലിയർ ആയോ? ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? Equipment should be chosen to meet the requirements of the laboratory with regard to the design and capacity. Okay, next one. All equipment should be qualified before it is taken for clinical use. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യണം? ഈ വാങ്ങിച്ചേക്കുന്ന എക്യുപ്മെന്റുകളെല്ലാം തന്നെ നമ്മൾ അത് ഉപയോഗിക്കുന്നതിന് മുമ്പ്, എന്ന് വെച്ചാൽ നമ്മുടെ പേഷ്യൻസിന്റെ സാധനങ്ങൾ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആക്ച്വലി ആ സാധനം
ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ എല്ലാ എക്യുപ്മെന്റ്സിന്റെ ക്വാളിറ്റി ഒക്കെ ഒന്ന് പരിശോധിച്ചേക്കണം. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ പ്രോപ്പർ ആയിട്ട്, ഇതൊക്കെ ആദ്യമേ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് വാങ്ങിച്ചതിന് ശേഷം അത് ക്വാളിഫൈഡ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് പിന്നെ നമ്മളത് ക്ലിനിക്കൽ യൂസിന് ഉപയോഗിക്കേണ്ടത്, ആവശ്യത്തിന് ഉപയോഗിക്കണം. മനസ്സിലായി? ഇപ്പൊ ഒരു മൈക്രോസ്കോപ്പ് വാങ്ങിച്ചോ, ആദ്യം തന്നെ അതിന്റെ ഫംഗ്ഷനിങ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി അതൊന്ന് പ്രവർത്തിപ്പിച്ചൊക്കെ നോക്കണം. ക്ലിയർ? എന്നിട്ട് അത് ഉപയോഗിക്കണം. മനസ്സിലായോ? രണ്ടാമത്തെ പോയിന്റ്. Yes, all equipment should be usable in condition at all times. എല്ലാ എക്യുപ്മെന്റും കൃത്യമായി എപ്പോ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ടീഷനിലായിരിക്കണം. മനസ്സിലായ? എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ടീഷൻസിലായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? ചിലപ്പോഴൊക്കെ ഇത് മെഷീനല്ലേ, എല്ലാ മെഷീനും അതെ ഇടയ്ക്കിടയ്ക്ക് ചില ഇത് കാണിക്കും, ചില എന്താ പറയാ മടിയൊക്കെ കാണിക്കും. മനുഷ്യന്മാര് തന്നെ മടി കാണിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ നമുക്ക് മടി വരും ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നമ്മളിപ്പോ ഒരു മെഷീനാണ് അല്ലെ, ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന ഒരു മെഷീനാണ്. അത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? തന്നെ നമുക്ക് എന്തെങ്കിലും കഴിച്ചൊരു എനർജി വേണം അല്ലെ. ആ എനർജി നമ്മൾ പല രീതിയിൽ അതിനെ റിഫ്ലക്ട് ചെയ്യണം. സ്മാർട്ട്നെസ് നമ്മുടെ ചെയ്യാനുള്ള ഓരോ ഇതും പല അസുഖങ്ങളും മറ്റു കാര്യങ്ങളും. അല്ലെങ്കിൽ മടി എന്ന് പറയുന്ന ഒരു വലിയ അസുഖമുണ്ട്. അത് മനസ്സിലാക്കുന്നത് കയറി പോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല. ഇങ്ങനെ വല്ലതും മുടി കുറച്ചിട്ട് അല്ലെങ്കിൽ കൂടി എവിടെയെങ്കിലും മുക്കിൽ ഇരിക്കും അല്ലെ. അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് അത് മനുഷ്യനെന്ന് പറയുന്ന ആ ഒരു മെഷീന് തന്നെ സംഭവിക്കുന്നുണ്ട്. സോ നമ്മൾ ഈ ഹാൻഡിൽ ചെയ്യുന്ന ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഈ മെഷീൻസ് ഒക്കെയോ ഇത് പെട്ടെന്നൊക്കെ എന്തെങ്കിലും വന്നാൽ ഇവിടെ സ്റ്റക്കായി പോകും, നിന്നു പോകും. നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കേ. പക്ഷെ അങ്ങനെ പാടില്ല, അങ്ങനെ അനുവദിക്കരുത്. അതായത് ഓരോ സമയവും നമ്മൾ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. ആ മെഷീൻസ് ഒക്കെ പ്രോപ്പർ ആണോ, പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷനിലാണോ, അത് ഒരിക്കലും അത് എന്താ പറയാ ഇന്നിപ്പോ ജോലി തുടങ്ങാൻ പോകുന്നു അതിന് മുമ്പ് തന്നെ അതൊക്കെ ഒന്ന് നോക്കുക. ശരി പ്രോപ്പർ ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻ ആണോ, സ്വിച്ച് ഒക്കെ കറക്റ്റ് ആയിട്ട് ഓൺ ആക്കി വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇതൊക്കെ ഒന്ന് നോക്കുക. മെയിൻറ്റെയിനൻസ് ഒക്കെ ഒന്ന് നടത്തുക. എല്ലാ എക്യുപ്മെന്റ്സും ഷുഡ് ബി ഇൻ യൂസബിൾ കണ്ടീഷൻ അറ്റ് ഓൾ ടൈംസ്. ഒരു അയ്യോ ഇത് പ്രവർത്തിക്കാനുള്ള അതുകൊണ്ട് ഇങ്ങനെ ചിലപ്പോൾ നമുക്ക് അനുഭവപ്പെടാറുണ്ട് അല്ലെ. ഹോസ്പിറ്റൽസിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നു, നമ്മള് ബില്ലടയ്ക്കാനോ ഒക്കെ ചെന്ന് നിൽക്കുന്നു, നെറ്റ് ഇഷ്യൂ വന്ന് അതുകൊണ്ട് ഇതൊക്കെ എന്താ പറയാ ലാഗ് ആകുന്നു, ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് ഭയങ്കര സ്ലോ ആകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നു. നമ്മൾ എന്ത് ചെയ്യും? ഇതൊക്കെ ശരിയായിട്ടാ അവിടെ വർക്ക് അവിടെ പെൻഡിങ് ആകും. അല്ലെങ്കിൽ നിൽക്കുന്നവര് കുറച്ച് കൂടുതൽ നേരം നിൽക്കേണ്ടി വരും, വെയിറ്റ് ചെയ്യേണ്ടി വരും. അവർക്കത് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. എവിടെ പോയിട്ടും ഏതിന്റെ മുമ്പിലും വെയിറ്റ് ചെയ്യാൻ നമുക്ക് ഒരു താല്പര്യമില്ല. എല്ലാവർക്കും പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്ത് കാര്യം കഴിഞ്ഞ് പോന്നോളും. അതല്ലേ നമുക്ക് ഇഷ്ടം അല്ലെ. ഇന്ന് എല്ലാവരും ബിസിയാണ്, ആർക്കും അങ്ങനെ വെയിറ്റ് ചെയ്ത് എവിടെയെങ്കിലും നിൽക്കാനായിട്ട് ഒരു ഇഷ്ടമില്ല. പോവുക, കാര്യങ്ങൾ നടത്തുക, എത്രയും പെട്ടെന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എല്ലാ എക്യുപ്മെന്റ്സും വർക്കബിൾ കണ്ടീഷൻ അല്ലെങ്കിൽ യൂസബിൾ കണ്ടീഷൻസിലായിരിക്കണം. ഓക്കെ, അവിടെ വരെ നമ്മൾ നിർത്താം. നമുക്കൊരു എന്താ പറയാ എക്സ്പാൻഡഡ് ഫോം എഴുതാനുണ്ട്. അപ്പൊ ഈ എക്യുപ്മെന്റുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക നിങ്ങൾ കേട്ടാ. അതൊക്കെ വെറുതെ വായിച്ചു നോക്കാനേ ഉള്ളൂ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അണ്ടർലൈൻ ചെയ്തു തരാം. ഓക്കെ, you just wrote down the expanded form of NABL. NABL the expanded form on easy വെക്കാമോ? National Accreditation, ACC REDITATION, accreditation board, B for board, NABിന്റെ board ആണ്. board for testing and calibration. testing TESTING, testing and calibration, CALIBRATION, calibration laboratories. ടെസ്റ്റ് ചെയ്തിട്ട് കാലിബ്രേഷൻസ് എന്ന് പറഞ്ഞാൽ കൃത്യമായ അളവ് എടുക്കുക, അളവ് നോക്കുക എന്നാണ് അതിന്റെ അർത്ഥം. കൃത്യമായ അളവ് പരിശോധനയ്ക്ക് വിധേയമാക്കി കൃത്യമായ മെഷർമെന്റ് എടുക്കുക എന്നാണ്. കണക്കെടുക്കുക, മെഷർമെന്റ് എടുക്കുക എന്നൊക്കെയാണ് കാലിബ്രേഷൻ അർത്ഥം. അതിന് വേണ്ടിയിട്ടുള്ള ലബോറട്ടറീസ്, അതാണ് NABL എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? കാലിബ്രേഷൻ ലബോറട്ടറീസ് കേട്ടോ. യെസ്, ഓക്കെ, വെരി ഗുഡ്. അത് തന്നെയാണ്. വേണമെങ്കിൽ ഒരു പോയിന്റ് കൂടി പറയാം, ഒരു മിനിറ്റ് ഉണ്ട്. അടുത്തത് എന്താ? അപ്പൊ എല്ലാ എക്യുപ്മെന്റ്സും വർക്കിംഗ് കണ്ടീഷനിലായിരിക്കണം എന്നാണ്, യൂസബിൾ കണ്ടീഷനിലായിരിക്കണം. റെഗുലർ ഇൻസ്പെക്ഷൻ, ഇനി ആ പറഞ്ഞത് തന്നെ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞേക്കാണ്. ഓരോ എക്യുപ്മെന്റ്സും റെഗുലർ ആയിട്ട്
ഇന്നത്തെ ദിവസം നമുക്ക് എല്ലാ പേഷ്യൻസിന്റെയും ഇതുപോലെ കൊണ്ടുവരുന്ന സാമ്പിൾസ് ഒക്കെ ടെസ്റ്റ് ചെയ്യാനുള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് ഓരോ ദിവസവും റെഗുലർ ആയിട്ട് ആ എക്യുപ്മെന്റുകളൊക്കെ ഇൻസ്പെക്ട് ചെയ്യുക, ക്ലീൻ ചെയ്യേണ്ട എക്യുപ്മെന്റ് ആണെങ്കിൽ ക്ലീൻ ചെയ്യുക, കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. എല്ലാവരും കൃത്യം വർക്കിംഗ് കണ്ടീഷൻസിൽ വെക്കണം എന്നുള്ളതിന്റെ ഒരു കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ആയിട്ട് പറഞ്ഞേക്കണം അടുത്ത പോയിന്റിൽ. ഇനി ഈ പെർഫോം ചെയ്യുന്ന ഈ എന്താ പറയാ മെയിന്റനൻസ് ഒക്കെ പെർഫോം ചെയ്യുമ്പോൾ മെയിന്റനൻസ് ചെയ്യുമല്ലോ. ചില സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടേ ചിലപ്പോ ഏതെങ്കിലും ആശുപത്രി തുടങ്ങിയപ്പോ വാങ്ങിച്ച മെഷീനായിരിക്കും, ഇപ്പോഴും അത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ എല്ലാ മെഷീൻസിനും അതിനൊരു ലൈഫ് സ്പാൻ ഉണ്ട് അല്ലെ. ഒരു എന്താ പറയാ ഒരു എന്താ പറയാ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ ഒരു ആയുർദൈർഘ്യം ഉണ്ട് അല്ലെ. മനുഷ്യന്മാർക്കും ഉണ്ട് അത് ഒരു ആയുർദൈർഘ്യം. അത് വിട്ടു പോകാൻ പാടില്ലല്ലോ, അത് വിടൂല എന്തായാലും, മനുഷ്യന്മാരെ കാര്യത്തിൽ വിടണില്ല. പക്ഷെ ചില സാധനം നമ്മുടെ വീട്ടിൽ വാങ്ങിച്ചാലേ നമ്മളെന്ത് ചെയ്യുന്നറിയോ, അത് കുറച്ചാണെങ്കിലേക്ക് നമുക്ക് ഇങ്ങനെ പോയി റിപ്പയർ ചെയ്ത് കൊണ്ടുവരാം. ഇൻ കേസ് ഓഫ് മിക്സി, അതുപോലെ തന്നെ വലിയ വില ഉള്ള സാധനങ്ങളൊക്കെ വാഷിംഗ് മെഷീൻ ഒക്കെ കംപ്ലൈന്റ് ചെയ്യുമ്പോൾ ഇത് കംപ്ലൈന്റ് ആയാലോ അത് കുഴപ്പമില്ല, അവിടെ മാറ്റി വെച്ചാൽ നമുക്ക് ഇത് വേഗം പോയി പറഞ്ഞ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഓടി പോകുന്നുണ്ടോ? ഇല്ല. എന്ത് ചെയ്യും നമ്മൾ? അതൊക്കെ ആരെങ്കിലും വിളിച്ചോണ്ട് നന്നാക്കിപ്പിക്കും അല്ലേ. പോട്ടെ. ഇതിപ്പോ ഇത്തിരി ഫിനാൻഷ്യൽ ഒരു ഇത്തിരി ടൈറ്റ് ഉണ്ട്, അതുകൊണ്ട് ഇപ്പൊ പറ്റൂല. അടുത്ത കൊല്ലാവട്ടെ, അല്ലെങ്കിൽ അടുത്ത എന്താ പറയാ ഫെസ്റ്റിവൽ സീസൺ ആവട്ടെ, ഓണം ആവട്ടെ, ക്രിസ്മസ് ആവട്ടെ, വിഷു ആവട്ടെ, അപ്പൊ ഓഫർ ഉണ്ടാകും. അത് ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ തള്ളിപ്പിക്കും. എന്നിട്ട് എത്ര എന്താ പറയാ ക്രിസ്മസ് കഴിഞ്ഞു പോകും, എത്ര ഓണം കഴിഞ്ഞു പോകും. അതിരിക്കട്ടെ, തൽക്കാലം വലിയൊരു ശല്യമില്ലാത്ത സാധനങ്ങൾ അവിടെ ഇരിക്കട്ടെ. ഇടയ്ക്കൊക്കെ ഒന്ന് കല്ലിൽ ഇട്ടൊക്കെ ഒന്ന് അലക്കിട്ടാൽ മതി എന്നുള്ള മൈൻഡിലൊക്കെ നമ്മൾ പോകും. ഓക്കെ. അപ്പൊ അതുപോലെ പക്ഷെ നമ്മുടെ ഹോസ്പിറ്റൽസിലെ ലാബിൽ ഇതുപോലുള്ള മെഷീൻസ് എക്യുപ്മെന്റ്സ് ഒക്കെ ഏതെങ്കിലും അതിന്റെ ലൈഫ് സ്പാൻ കഴിഞ്ഞെങ്കിൽ ഏജിങ് കണ്ടോ, ഓവർ യൂസ് ഓർ ഏജിങ് ഓഫ് എക്യുപ്മെന്റ് കൂടുതൽ വീണ്ടും വിട്ട് ഉപയോഗിക്കേണ്ടതാണ്. മനസ്സിലായോ? കളയേണ്ടത്, മാറ്റേണ്ടത്, റീപ്ലേസ് ചെയ്യുക. അത് മാറ്റി പുതിയത് ഒരെണ്ണം വാങ്ങിക്കുക. സമയം കഴിഞ്ഞെങ്കിൽ അത് തന്നെയായിട്ട് വീണ്ടും നമ്മൾ ഉപയോഗിച്ചാലേ നമുക്ക് അതുകൊണ്ട് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാകുക, അല്ലാണ്ട് വലിയ ലാഭമൊന്നും ഉണ്ടാകാൻ പോകില്ല. അതൊക്കെയാണ്. അപ്പൊ അതൊന്ന് നോക്കണം. അതനുസരിച്ച് എക്യുപ്മെന്റുകൾ റീപ്ലേസ് ചെയ്യേണ്ടതാണെങ്കിൽ റീപ്ലേസ് ചെയ്യണം. ക്ലിയർ ആയോ? മനസ്സിലായോ? 4 പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ബാക്കി 4 പോയിന്റ് കൂടി ഉണ്ട്. ആ 4 പോയിന്റ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നന്നായി വായിച്ചിട്ട് വരിക. സിമ്പിൾ ആണ്, സിമ്പിൾ ചാപ്റ്റർ ആണ്. ആ തുടക്കം നമുക്ക് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് പോലെ തോന്നിയെങ്കിലും ബാക്കി ഒക്കെ സിമ്പിൾ ആണ്. സോ സീ യു അടുത്ത ദിവസം കാണാം. ബൈ. താങ്ക് യു.